നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തിരുസഭയുടെ ഏറ്റവും അവസാനത്തെ കൗൺസിൽ സൂനഹദോസ് അതിൻ്റെ പ്രമാണരേഖകളുടെ പഠനമാണ്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രമാണരേഖകളുടെ പഠനമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോൺസ്റ്റിറ്റ്യൂഷനുകളിലെ ഏറ്റവും ആദ്യം തിരുസഭ പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും നൽകുകയും ചെയ്ത ദൈവാരാധനയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അക്കാരണത്താലൊക്കെ തന്നെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ദൈവാരാധനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് നമുക്കറിയാം. ഒരു ക്രൈസ്തവ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതോ അല്ലെ ദൈവമൊക്കെ ഉണ്ട് എന്ന് വെറുതെ വിചാരിച്ചിരിക്കുന്നതോ വിശ്വസിക്കുന്നതോ അല്ല. പകരം വിശ്വാസ ജീവിതമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുഭവിക്കുന്നത് എവിടെയാണത് ലഭ്യമാകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒറ്റ ഉത്തരം ആരാധനാക്രമത്തിലെന്നാണ്. കൂദാശകളിൽ ആരാധനാക്രമത്തിലാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നത്. മിശിഹ നൽകിയ എല്ലാ കൃപകളും, അവിടുത്തെ ഏറ്റവും വലിയ ദാനമാകുന്ന ആത്മദാനം തന്നെ, കർത്താവ് തന്നെ നൽകുന്നതിനെയാണ് ആത്മദാനം എന്ന് പറഞ്ഞത്. ആ ആത്മദാനം തന്നെയും അനുഭവവേദ്യമാകുന്നത് ആരാധനാക്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരാധനാക്രമം അറിയാത്ത ഒരാൾക്ക് ഈശോയെ അറിയാൻ പറ്റില്ല, സഭയെ അറിയാൻ പറ്റില്ല, വിശ്വാസ ജീവിതം ഉണ്ടാവുകയുമില്ല. പലപ്പോഴും പല ആളുകൾക്കും ക്രിസ്ത്യാനികളായിരുന്നിട്ടും ഇടയ്ക്കൊക്കെ പള്ളിയിലൊക്കെ പോകുമായിരുന്നിട്ട് പോലും അവയെ ആഴത്തിൽ അറിയാൻ കഴിയാത്തതിൻ്റെ കാരണം, അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, അതിനെ വിലമതിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവാരാധനയുടെ അന്തസത്തയെക്കുറിച്ചുള്ള ധാരണയുടെ കുറവാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ വിഷയം കുറച്ച് സമയമെടുത്ത് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ദൈവാരാധനയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് രണ്ട് കീ ടേംസ് ആണ്. ഒന്ന് പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിന്റെ നിയമം എന്ന് പറയുന്ന കാര്യമാണ്. രണ്ടാമത്തേത് എക്സ് ഒപ്പറെ ഓപ്പറാത്തോ, അതായത് ഒരു കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു എന്നതിനാൽ തന്നെ അത് പരികർമ്മം ചെയ്യപ്പെടുന്നു, അഥവാ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഫലങ്ങൾ അത് സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്നാണ് എക്സ് ഒപ്പറെ ഓപ്പറാത്തോ എന്ന് പറയും. മറ്റേത് വിശ്വാസത്തിന്റെ നിയമം, പ്രാർത്ഥനയുടെ നിയമം എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവാരാധന എന്ന് പറയുന്നത് അതൊരു മിയർ പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിനകത്തുള്ളത്. പകരം അത് തിരുസഭയുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ്, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. എന്ന് വെച്ചാൽ ആരാധനക്രമത്തിനകത്ത്, പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളുടെ അകത്ത് വിശ്വാസ പ്രമാണം ചെല്ലുന്നു എന്ന ലളിതമായ അർത്ഥം മാത്രമല്ല അതിനുള്ളത്, അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ സൂചിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അതിനപ്പുറത്ത് ദൈവാരാധനയിൽ ഉൾച്ചേർന്നിരിക്കുന്നവയൊക്കെ തന്നെ സഭയുടെ ജീവിതത്തിന്റെ, സഭയുടെ വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നത് എന്തോ അതാണ് ആരാധിക്കുന്നത്, അഥവാ ദൈവാരാധനയിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്തോ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാന വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവാരാധന. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, ദൈവാരാധനയിൽ പങ്കാളികളാകാത്തവർ, കൂദാശകളിലൊക്കെ പങ്കാളികളാകാത്തവർ, അവർ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല. അവർക്ക് തോന്നുന്ന എന്തൊക്കെയോ അവർ കരുതുന്നു എന്നല്ലാതെ അവര് വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടാനാവില്ല. കാരണം പരിശുദ്ധ സഭയുടെ വിശ്വാസം പ്രഘോഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ദൈവാരാധനയിലാണ്. ആ ദൈവാരാധനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. ഏറ്റവും അവിടുത്തെ അവസാനത്തെ ക്ലാസ്സിൽ സംസാരിച്ചത് ഈ 2 പ്രധാനപ്പെട്ട നോഷൻസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞത് വിശ്വാസത്തിന്റെ നിയമമാണ് പ്രാർത്ഥനയുടെ നിയമം, പ്രാർത്ഥനയുടെ നിയമം തന്നെയാണ് വിശ്വാസത്തിന്റെ നിയമം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് CCCയുടെ 1124 ഭാഗമാണ്. ഇന്ന് 1125 അടുത്ത ഭാഗമാണ്, അടുത്ത പാരഗ്രാഫാണ് നമ്മൾ വായിക്കുന്നത്. ആ പാരഗ്രാഫ് ലുമൻ ജെൻസിയത്തിന്റെ സാക്രോസാങ്ക്തം കൊൺസീലിയത്തിന്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ 21, 22, 23, 24 പാരഗ്രാഫുകളുടെ ഒരു ചെറിയ സമ്മറിയാണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇതെന്താണ് പറയുന്നത് എന്നറിയാൻ പോകുന്നത്. ഈ CCCയിൽ ഞാൻ ആദ്യം വായിക്കാം. ഈ ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി എന്ന കാര്യം, അഥവാ പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിന്റെ നിയമം എന്ന വിഷയം പറഞ്ഞിട്ട് തുടരുകയാണ്. ഇക്കാരണത്താൽ, ഇങ്ങനെയാണ് തുടരുന്നതായതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ കാരണത്താൽ എന്താണ്? പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം എന്നതുകൊണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഇക്കാരണത്താൽ കൂദാശാപരമായ ഒരനുഷ്ഠാനവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല.
ഇതാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന വളരെ ആരാധനാക്രമത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തിരുസഭ പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള പ്രിൻസിപ്പിൾ. ഒരു 3 അടിസ്ഥാന തത്വങ്ങൾ തിരുസഭ ഈ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് തരും. അതിന്റെ സമ്മറിയാണ് ഈ CCC ആവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ഞാൻ ആവർത്തിക്കാം. ഇക്കാരണത്താൽ, അതായത് പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം, വിശ്വാസത്തിന്റെ നിയമമാണ് പ്രാർത്ഥനയുടെ നിയമം എന്ന കാരണത്താൽ കൂദാശപരമായ ഒരനുഷ്ഠാനവും, സാക്രമെന്റൽ ആയിട്ടുള്ള ഒരനുഷ്ഠാനവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച്, എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 പേർക്കും പ്രധാനപ്പെട്ട റോളൊന്നുമില്ല. എന്ന് വെച്ചാൽ കാർമ്മികനായതുകൊണ്ട് അച്ഛൻ ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളല്ലേ ഞങ്ങൾക്ക് എന്തുവേളം ചെയ്യാലോ അച്ഛൻ സൂക്ഷിച്ചാൽ മതി എന്നോ ഇല്ല. കാർമ്മികന്റെയോ അഥവാ ശുശ്രൂഷകന്റെയോ, കാർമ്മികൻ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകൻ എന്ന് പറയുമ്പം വൈദികൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ശുശ്രൂഷകളാകുന്ന ഡീക്കന്മാരാവാം, എല്ലാവരും ഉൾപ്പെടെയാണ്, ഗായക സംഘം ഉൾപ്പെടെ ഈ ശുശ്രൂഷകരുടെ ഗണത്തിൽ പെടുന്നതാണ്. ഇവരുടെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല. 2 കാര്യം. ഒന്ന് പരിഷ്കരിക്കലാണ്. പരിഷ്കരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ അർത്ഥം മാറ്റാതെ ചെയ്യുന്ന കാര്യമാണ് പരിഷ്കരിക്കൽ, അല്ലെ? ഇച്ചിലൂടെ മെച്ചപ്പെടുത്തുക എന്നാണ് പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ പലപ്പോഴും കരുതാറില്ല അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്നാണ്. ഇച്ചിലൂടെ മനോഹരമായിട്ട് അതിന് ചെല്ലാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിനാണ് പരിഷ്കരിക്കുന്നത്. സഭ എടുത്തു പറയുകയാണ്, പരിഷ്കരിക്കാനും പാടില്ല, 2 മാറ്റം വരുത്താനും പാടില്ല, വ്യത്യസ്തപ്പെടുത്താനും പാടില്ല. ഒന്നിന് പകരം മറ്റൊരു പ്രാർത്ഥന ചെല്ലുക, ഈ പ്രാർത്ഥനയ്ക്ക് പകരം മറ്റൊന്ന് എടുക്കുക. അല്ലെങ്കിൽ ഇടക്കാലത്ത് സംഭവിച്ച ഒരു പരിഷ്കരണം പോലെ നടത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാന മധ്യേ ഉള്ള വായനകൾ ഏതെങ്കിലും ലോകത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും നല്ല ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാൽ, ഒരു വായനയെങ്കിലും നല്ല ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് വെച്ചാൽ, ഗീതയിൽ നിന്നൊരു ഭാഗം വായിക്കുകയോ അങ്ങനെയൊക്കെ ഉപനിഷത്തുകളിൽ നിന്നൊരു ഭാഗം വായിക്കുകയൊക്കെ ചെയ്താൽ എങ്ങനെയുണ്ടാകും എന്ന് ചർച്ച നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയ്ക്ക് അകത്ത് ഇങ്ങനത്തെ വായനകൾ ഉൾച്ചേർക്കണമെന്ന് ഔദ്യോഗികമായി എന്ന പോലെ ആവശ്യപ്പെട്ടവർ പോലുമുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്യാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ പറഞ്ഞ പോലെ മാറ്റം വരുത്തലാണ്. ഇനി ഒരു പ്രാർത്ഥനയ്ക്ക് പോരാ, ഈ പ്രാർത്ഥന അത്ര പോരാ, ഞാൻ കുറച്ചുകൂടെ വേറൊരു നല്ല പ്രാർത്ഥന അതിന് പകരം വെക്കാം എന്ന് കരുതുന്നത് മാറ്റം വരുത്തലാണ്. അങ്ങനെ പരിഷ്കരിക്കാനും പാടില്ല, മാറ്റം പെടുത്താനും പാടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം സാംസ്കാരിക അനുരൂപണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയും. എന്നിട്ട് വ്യത്യാസപ്പെടുത്താനും പാടില്ല. എന്നിട്ടോ സഭയിലെ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. ഇനി അതാണ് അതിന്റെ അടുത്ത ക്ലോസ്. സഭയുടെ പരമാധികാരി, അതായത് മാർപ്പാപ്പയാണ് പരമാധികാരി. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പോലും ഈ ആരാധനാക്രമത്തെ തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. എന്ന് വെച്ചാൽ സഭയുടെ പരമാധികാരി, എല്ലാത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയ്ക്ക് പോലും തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, തനിക്കിഷ്ടമുള്ള പോലെ, ഞാൻ മാർപ്പാപ്പയാണ്, എനിക്കിഷ്ടമുള്ള വിധത്തിലാണ് ഞാൻ കുർബാന ചെല്ലുന്നതെന്ന്, അല്ലെങ്കിൽ ഇനി മുതൽ നാളെ നിങ്ങൾക്ക് മറ്റൊരു വിധത്തിൽ എങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓഫ് ഹാൻഡ് ആയിട്ട് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല എന്നാണ്. എന്തുമാത്രം ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർക്കുക. സഭയിലെ ഏറ്റവും ഉന്നത അധികാരിക്ക് പോലും അത് കഴിയില്ല എന്ന് പരിശുദ്ധ സഭ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ്. എന്നിട്ടോ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വിശ്വാസപൂർവകമായ അനുസരണത്തോടും ആരാധനാ രഹസ്യത്തോടുള്ള റിലീജിയസ് ആയ ആദരവോടും കൂടിയേ ഇവ കാര്യങ്ങളിൽ ഇടപെടാവൂ. എന്തൊക്കെ വേണം? ഒന്ന്, വിശ്വാസപൂർവകമായ അനുസരണം വേണം. ഇത് ഈ പരിഷ്കരണം നടത്തേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ പിതാവോ അല്ലെങ്കിൽ സഭാധികാരികളോ ഇതിന്റെ അധികാരികളായിരിക്കും അവരെന്തായിട്ട് അവർ ചെയ്യേണ്ടത്? ഒന്ന്, വിശ്വാസപൂർവകമായ അനുസരണം വേണം. അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? വിശ്വാസപൂർവമായ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നാളിതുവരെ നൽകപ്പെട്ടിട്ടുള്ള ലിറ്റർജിക്കൽ നോംസ്, ആരാധനക്രമത്തിന്റെ നിയമങ്ങൾ, അത് പരിശുദ്ധാത്മാവ് സഭയിൽ വളർത്തിയവയാണ്. അതുകൊണ്ട് അതാണ് അതിന്റെ മൂല്യം. അല്ലാതെ ഒരാളങ്ങ് എഴുതിയതാണെങ്കിൽ മറ്റൊരാൾ മാറ്റി എഴുതാം, അങ്ങനെയല്ല. സഭാഗാത്രത്തിൽ മെല്ലെ വികസിച്ചു വന്നതാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളെല്ലാം നിലനിൽക്കുകയായിരുന്നു. ഈശോ സ്ഥാപിക്കുന്നു, അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിക്കുന്നു. ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന അത്രയും വിപുലമായിട്ടല്ല, അഥവാ പരിഷ്കരിക്കപ്പെട്ട രൂപത്തിലല്ല ഈശോ സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് തന്നെ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ കൂദാശയെ പരിഷ്കരിച്ചു. ഇതൊരു ദിവസം കൊണ്ട് നടന്നതല്ല, ആദിമസഭയിലാണ് പ്രത്യേകിച്ച് നടന്നത്. ആദിമസഭയിലെ ജീവിതത്തിൽ തന്നെ അവരെ അനുഷ്ഠിക്കേണ്ട വിധത്തിൽ അതിനെ പതുക്കെ പരിഷ്കരിച്ചു.
അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ സ്ലിഹന്മാർ, അപ്പസ്തോലന്മാര്, സ്ലിഹന്മാർ തന്നെയായിരുന്നു. അവരുടെ പിൻഗാമികളായിരുന്നു, സഭാപിതാക്കന്മാരായിരുന്നു. അവരുടെയൊക്കെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അതിനെ പരിഷ്കരിച്ച് രൂപപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ പോലും യുഗാന്ത്യം വരെ ഈ ആരാധനാക്രമത്തിന് അതിന്റെ ബാഹ്യ ഘടകങ്ങളിൽ, അതിന്റെ അന്തസത്തയിലല്ല, അതിന്റെ ബാഹ്യ ഘടകങ്ങളിലൊക്കെ ചെറുതും വലുതുമായ പരിഷ്കരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ സാധ്യത എങ്ങനെ നിർവഹിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അതിനൊന്നാമത് വിശ്വാസപൂർവമായ അനുസരണം വേണം. എന്താണ് വിശ്വാസപൂർവമായ അനുസരണം എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ സഭയുടെ നിയമത്തോട്, സഭാപിതാക്കന്മാരുടെ വീക്ഷണത്തോട് ഒക്കെയുള്ള വിശ്വാസം കലർന്ന, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിധേയത്വം. എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ വിധേയത്വമല്ല. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയൊക്കെയാണ് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അങ്ങനെയല്ല. വിശ്വാസത്തിൽ ആഴപ്പെട്ട വിധേയത്വം ആവശ്യമുണ്ട്. രണ്ടും കൂടി ചേരേണ്ടതുണ്ട്. എന്നിട്ടോ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതൊന്നും അല്ല എന്റെ മാനദണ്ഡം. വിശ്വാസപരമായ അനുസരണം. രണ്ടെന്താണ്? അനുസരണത്തോടും ആരാധനാ രഹസ്യത്തോടുള്ള റിലീജിയസ് റെസ്പെക്റ്റോടും കൂടെ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. ആരാധനാ രഹസ്യത്തോടുള്ള റിലീജിയസ് അഥവാ വിശ്വാസപരമായ, മതാത്മകമായ ആദരവോടുകൂടെ. ഇതൊരു മഹാരഹസ്യമാണെന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതോ നമ്മുടെ കയ്യിലിരിക്കുന്നതോ എനിക്ക് എന്റെ ഇഷ്ടം പോലെ നിർവഹിക്കാവുന്നതോ അല്ല. ഇറ്റ്സ് എ മിസ്റ്ററി. ഇതൊരു ദൈവിക രഹസ്യമാണ് എന്നുള്ള തിരിച്ചറിവോടും കൂടെ മാത്രമേ ഇത് നിർവഹിക്കാവൂ, അഥവാ ഈ പരിഷ്കരണങ്ങൾ നിർവഹിക്കാവൂ എന്ന് പരിശുദ്ധ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുക. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം വിശ്വാസത്തിന്റെ നിയമമാണ് പ്രാർത്ഥനയുടെ നിയമം. അതായത് പ്രാർത്ഥനയുടെ നിയമങ്ങൾ മാറ്റുമ്പോൾ വിശ്വാസത്തിന്റെ നിയമം വ്യതിചലിക്കപ്പെടാം. അതായത് വിശ്വാസം പ്രാർത്ഥനയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇതൊരു പ്രാർത്ഥനയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയെ മാറ്റുമ്പോൾ, അഥവാ ആരാധനാക്രമത്തെ, അതിന്റെ റൂബ്രിക്സിനെയോ ഒക്കെ നമ്മൾ വെറുതെ അങ്ങ് പൊളിച്ചെഴുതുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് ഈ ഫെയ്ത്തിനെ ആയിരിക്കും. സഭയുടെ വിശ്വാസ നിക്ഷേപത്തെ അത് ടച്ച് ചെയ്യും. ഡെപ്പോസിറ്റും ഫെദൈ, വിശ്വാസ നിക്ഷേപത്തെ അത് ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് ആരാധനാക്രമം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഒരു രൂപം ഉപയോഗിച്ചാൽ പോരെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചുകൂടെ? നമ്മുടെ കർത്താവല്ലേ, കർത്താവിന് മനസ്സിലായിക്കോളിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ പാട്ടിന് പോലെ ആ പാട്ട് പാടിയാൽ ഈശോയ്ക്ക് ദേഷ്യം വരുമോ എന്നൊന്നും ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം എന്താണ്? അതിന്റെ ഉള്ളിലെ കാരണം ഇത് വിശ്വാസവുമായി ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിശ്വാസത്തിന്റെ ലാംഗ്വേജ് ആണ് ആരാധന. ഈ ലാംഗ്വേജ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് മാറിപ്പോകും. അതിനെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ എന്ത് പറ്റും? തലമുറകളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഇത് ഭയങ്കരമായി വ്യതിചലിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഗൗരവമായിട്ട് ഇതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. വിശ്വാസം സംരക്ഷിക്കുന്നതിന് സമാനമായിട്ടാണ് ആരാധനാക്രമത്തെ സംരക്ഷിക്കുന്നത്. ഈ വാചകം ഓർത്തിരിക്കണം. വിശ്വാസത്തെ, പരിശുദ്ധ സഭ തന്റെ വിശ്വാസത്തെ എങ്ങനെ മാറ്റം വരുത്താതെ കാത്തു സൂക്ഷിക്കുന്നു. കാരണം എന്താണ്? അത് മിശിഹായിൽ നിന്ന് കിട്ടിയതാണ്. സ്ലീഹന്മാർ സ്വീകരിച്ചതും അവർ കൈമാറിയതും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചതും വിശുദ്ധർ ജീവിച്ചതും ഒക്കെയാണ് ഈ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ മേൽ നമ്മളാരും കൈവയ്ക്കാറില്ല, നമ്മളാരും അതിനെ മാറ്റം വരുത്താറില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും അറിയാതെ വിചാരിക്കുന്നത് ആരാധനക്രമം നമ്മുടേതല്ലേ, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നതല്ലേ, അപ്പൊ നമുക്കിതിന്റെ മേൽ മാറ്റം വരുത്താം, വിശ്വാസം അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നതല്ലേ, അതുകൊണ്ട് അതിന് മേൽ തൊടാൻ പാടില്ല എന്നൊരു വിചാരമാണ് നമുക്ക് പൊതുവിലുള്ളത്. വിശ്വാസം ദൈവം ഇങ്ങോട്ട് തന്നതാണ്, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണമെന്ന് ഈശോയാണ് പഠിപ്പിച്ചത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവൊക്കെ ഉണ്ടെന്ന് അവിടുന്നാണ് വെളിപ്പെടുത്തിയത്, അതുകൊണ്ട് അതിനകത്ത് തൊടുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. ഇനി മറുവശത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മളല്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചുകൂടെ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു എററാണ്. അതായത് ഈ ഹ്യൂമനിസം ഒക്കെ ഒത്തിരി പോപ്പുലറായ സ്ഥലങ്ങളിൽ, ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മാനവികതാവാദം എന്ന് പറയുന്നത് അതിന്റെ പ്രിലിമിനറി കോണ്ടെക്സ്റ്റിൽ, അതിന്റെ പ്രാരംഭ ഭാഗത്ത് രസകരമായിട്ട് നല്ലതായിട്ടും തോന്നും ഈ മാനവികതാവാദം, അതായത് ഹ്യൂമനിസം എന്ന് വെച്ചാൽ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചുള്ള വാദമാണ്. അഥവാ മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കണമെന്ന നിലപാടിനെയാണ് ഈ മാനവികതാവാദം എന്ന് വിളിക്കുന്നത്. ഈ മാനവികതാവാദം അതിൽ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ രസകരമായും രുചികരമായും അനുഭവപ്പെടും. കാരണം പറയുന്നതെല്ലാം മനുഷ്യ നന്മയെക്കുറിച്ചാണല്ലോ. മനുഷ്യന്റെ നന്മ, മനുഷ്യന്റെ വളർച്ച, അവന്റെ മഹത്വം, അവൻ സംരക്ഷിക്കപ്പെടണം, അവന് മൂല്യമുണ്ടാകണം, അവന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമനിസ്റ്റുകൾ പൊതുവിൽ എപ്പോഴും വളരെ എന്താ പറയാ ക്വാളിറ്റിയുള്ള ആളുകളായിട്ട് കാണപ്പെടും. കാരണം അവർ സംസാരിക്കുന്നത് മനുഷ്യന്റെ നന്മയെക്കുറിച്ചൊക്കെയാണ്. അതിന്റെ ബേസ് ലെവലിൽ വളരെ നല്ലതാണ് മനുഷ്യ മഹത്വത്തെക്കുറിച്ച്. പക്ഷേ ഹ്യൂമനിസം എന്ന് പറയുന്ന സാധനം ആകുമ്പോഴേക്കും സംഭവം മാറും. ഹ്യൂമനിസം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനാണ് മഹാൻ എന്ന് പറയുന്നതാണ്. ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മഹത്വം ആരുടേതാണ്? അത് മനുഷ്യൻ്റെതാണ്.
മനുഷ്യൻ മാത്രമാണ് ഇതിന്റെ മുകളിലുള്ളത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെ പോലും മനുഷ്യന്റെ താഴേക്കാക്കുന്നതാണ് ഈ ഹ്യൂമനിസത്തിന്റെ എക്സ്ട്രീം. ഇത് ചിലപ്പോഴൊക്കെ കുറച്ച് ലിബറേഷൻ തിയോളജിയോട് അങ്ങോട്ട് കലർന്നിട്ടുണ്ട്. അത് ലോക ചരിത്രത്തിൽ, സഭയുടെ ചരിത്രത്തിലൊക്കെ ഇത് കുറച്ച് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കുറച്ച് ഒന്ന് വളർന്ന് പരിപോഷിപ്പിക്കപ്പെട്ടു വന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റ് അവരുടെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു. ലാറ്റിൻ അമേരിക്ക കടന്നുപോയ കൊടിയ ദാരിദ്ര്യം, ചൂഷണം, മേധാവിത്വം, അതിൻ്റെയൊക്കെ നടുക്ക് നിന്ന് വിഷമിച്ചിരുന്ന ഒരു സഭ, വിശ്വാസികൾ, അവിടെ നിന്നുണ്ടായ തിയോളജിയൻസ്, അവര് വിശ്വാസം ചുമ്മാ ഇങ്ങനെ പറയാനുള്ളതല്ല, അതിന് പ്രായോഗികമായ ചില ഘടകങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതുകയും ഈ ലിബറേഷൻ തിയോളജി അഥവാ മാനവികത ലിബറേഷൻ തിയോളജി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തപ്പോൾ അവര് ചെയ്യാനുള്ള കാരണം, അവരിങ്ങനെ കരുതി മനുഷ്യന്റെ മഹത്വത്തെ ഇടിച്ചു കളഞ്ഞിട്ട് പിന്നെ എന്ത് ഫെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? മനുഷ്യനാണ് വിലയുള്ളത്, അവന്റെ മഹത്വം പറയണം, അതിന് കുറവ് വരുന്നതിനൊക്കെ നമ്മൾ തട്ടിക്കളയണം, മനുഷ്യന് വിലയുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിച്ചു തുടങ്ങി. മെല്ലെ മെല്ലെ ഈ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം, അവന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും അവനെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സഭയും വിശ്വാസവും എല്ലാം അതിനു വേണ്ടിയുള്ളതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പ്രാർത്ഥന, ആത്മീയതയൊക്കെ അതൊരു വശത്ത്, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയുള്ളതാണ്? അവന്റെ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ് എന്നതാണ് ഈ വിമോചന ദൈവശാസ്ത്രത്തിന്റെ അന്തസത്ത. ഇത് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തത് കമ്മ്യൂണിസത്തിന്റെ ഒക്കെ വരവോടുകൂടിയാണ്. കമ്മ്യൂണിസം ഒക്കെ വന്നപ്പം എന്തുണ്ടായെന്ന് വെച്ചാല്, കമ്മ്യൂണിസം സമാനമായ കോണ്ടെക്സ്റ്റ് ആണ്. ആ കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ അവസ്ഥ പരമ ദയനീയമായിരുന്നു. കൽക്കരി ഖനിയിലൊക്കെ പണിയെടുത്തിരുന്ന പാവം മനുഷ്യരെ കുറിച്ചുള്ള കഥകളൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം ഈ കൽക്കരി ഖനി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മണ്ണിനടിയിലേക്ക് ഇങ്ങനെ തുറന്നു ഒത്തിരി ആഴത്തിൽപ്പെട്ടു. ഇന്നത്തെ പോലത്തെ ടെക്നോളജി ഒന്നുമില്ല. ഇങ്ങനെ തുറന്നു പോയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൊത്തുകൾ, റാറ്റ് ഹോൾസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, എലിയുടെ പൊത്തുകൾ പോലത്തെ കുഞ്ഞു കുഞ്ഞു പൊത്ത്, പൊത്തിനത്ര മാന്തി കൽക്കരി എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. ഒരു തൊഴിലാളിയൊക്കെ ആ കൽക്കരി ഖനിക്കകത്തേക്ക് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് മുകളിലോട്ട് കയറി വരിക. അങ്ങനെ കയറി വരുമ്പോഴത്തേന് ഇരുട്ടിനകത്ത് കരിക്കകത്ത് മുങ്ങി ഈ മനുഷ്യൻ മറ്റൊരു കരിക്കട്ട പോലെ, ഒരു കൽക്കരി കഷ്ണം പോലെ, ഒരു കരിക്കട്ട പോലെ ഈ മനുഷ്യൻ കയറി വരുന്നു. കരിയിൽ പുരണ്ട ജീവിതമാണ്. ഇങ്ങനെ എന്നാ മുതലാളിമാരോ ഇവരുടെ അധ്വാനം കൊണ്ട് കുശാലായിട്ട് ജീവിക്കുന്നു. ഇതിന്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആയിരുന്നു ഈ കമ്മ്യൂണിസം ഒക്കെ. എപ്പോഴും ഈ റിയാക്ഷൻസും കൗണ്ടർ റിയാക്ഷൻസും ഒക്കെ അപകടകരമാവാറുണ്ട്. ഒരു എക്സ്ട്രീമിനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു എക്സ്ട്രീം ഹോൾഡ് ചെയ്യുമ്പം സംഭവിക്കുന്നത് ഇത് മറ്റൊരു വിധത്തിൽ അവിടെയായി മാറും. അതായത് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്, ബാലൻസ് തെറ്റും. ഒരു എക്സ്ട്രീമിൽ പോയിരിക്കുന്നതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്നത് മറ്റൊരു എക്സ്ട്രീം ആണെങ്കിൽ ഇതിന്റെ ഫലം തന്നെയായിരിക്കും അവസാനം അതും ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ കമ്മ്യൂണിസം അതിന്റെ മോശം ഫലങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ ലിബറേഷൻ തിയോളജി അതിന്റെ മോശം ഫലങ്ങൾ. ഇതിന്റെയൊക്കെ നക്ഷൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്റെ ദുരവസ്ഥയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ദുരവസ്ഥയിലായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവനെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതതിന്റെ എക്സ്ട്രീമിലേക്ക് പോയപ്പം മനുഷ്യനെ അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന് കരുതാൻ തുടങ്ങി. ഇതിന്റെ ഫലമായിട്ടാണ് കുറച്ച് ലിബറേഷൻ ചായ്വുള്ള ആളുകൾ, കുറച്ച് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ആളുകൾ, അല്ലെങ്കിൽ വലിയ പരിധി വരെ ഹ്യൂമനിസ്റ്റിക് ചായ്വുള്ള ആളുകൾ, അവരുടെ ഇടപെടലുകളിലും അവരുടെ സംഭാഷണങ്ങളിലും ഒക്കെ വളരെ നല്ല ആളുകളായിരിക്കും. എന്ന് വെച്ചാൽ അത് കൂടുതൽ വൈദികരുമുണ്ട്, അൽമായരുമുണ്ട്, എല്ലാ മനുഷ്യരുമുണ്ട്, ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഈ പറഞ്ഞ കാറ്റഗറിക്കകത്ത്. അവർ നമുക്ക് ഭയങ്കര നല്ല മനുഷ്യരായിട്ട് ഫീൽ ചെയ്യും. അവരുടെ ഇടപെടലുകളൊക്കെ ഒത്തിരി നല്ലതായിരിക്കും. പക്ഷെ അവർ സംസാരിക്കുന്ന സമയത്ത് ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ കുറിച്ചായിരിക്കും പറയുക. ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ഇതാണ് ഇതിന്റെ പ്രതിസന്ധി. ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. കാരണം ദൈവത്തിന്റെ കരത്തിന്റെ കീഴെയാണ് മനുഷ്യൻ ശരിക്കും പറയാൻ നിൽക്കുന്നത്. അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തെ മഹത്വത്തോടുകൂടെ കാണുമ്പോഴാണ് അവന് മഹത്വം ഉണ്ടാകുന്നത്. അല്ലാതെ ദൈവത്തെയും കൂടെ ചവിട്ടി താഴ്ത്തിട്ട് അതിന് മുകളിൽ കയറിയിരിക്കുന്നതിന് മഹത്വമല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഈ ചിന്താഗതിയുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കും, പരിശുദ്ധ കുർബാനയൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ലേ, കുർബാന മനുഷ്യന് വേണ്ടി. സത്യത്തിൽ അങ്ങനെയല്ല. പരിശുദ്ധ കുർബാന അത് മനുഷ്യ കേന്ദ്രീകൃതമല്ല, അത് ദൈവകേന്ദ്രീകൃതമാണ്, മനുഷ്യ കേന്ദ്രീകൃതമല്ല. അവന്റെ ആത്മശാന്തിക്ക്, അവന്റെ സമാധാനത്തിന് അവനൊരു ആളുകൾ ഒരുമിച്ച് കൂടുക എന്നൊന്നും പറയുന്നതൊന്നും അല്ല ഇതിന്റെയൊക്കെ കോർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്.
പലപ്പോഴും ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യനെ വല്ലാതെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ദൈവത്തെ ഇച്ചിരി ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ വിലയും കുറഞ്ഞു പോകത്തില്ല. ഈ ഈ വെസ്റ്റേൺ തിയോളജിക്കൽ, മോഡേൺ വെസ്റ്റേൺ തിയോളജിക്കൽ ഗ്രോത്തിനകത്ത് വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ടായി. എന്നൊക്കെയാണെന്നറിയോ? ഒന്ന് ഹൈ തിയോളജി എന്ന് പറയുന്ന ഒരു സാധനം, മറ്റൊന്ന് ലോ തിയോളജി. കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സിമ്പിൾ വാക്കാൻ തോന്നും. ഹൈ തിയോളജി, ലോ തിയോളജി എന്നൊക്കെ പറയും. ഇതെന്നെ സാധനം എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതെന്താന്ന് വെച്ചാൽ ഇതിനെ മറ്റു വാക്കുകളിൽ പറയും തിയോളജി ഫ്രം എബവ്, തിയോളജി ഫ്രം ബിലോ എന്നും പറയും. എന്ന് വെച്ചാൽ ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദൈവീകത, ദൈവത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും മനുഷ്യ എന്താ പറയാ ദൈവിക സ്വഭാവത്തെക്കുറിച്ചും അങ്ങനെ തിയോളജിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീക്ഷണത്തിൽ നിന്ന് ദൈവത്തിലേക്ക് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് തിയോളജി ഫ്രം ബിലോ എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? എല്ലാം ദൈവം തരുന്നതാണ്, ദൈവമാണ് പഠിപ്പിക്കുന്നത്, ദൈവമാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ, അതുകൊണ്ട് തരുന്നത് നമ്മൾ മേടിച്ച് മിണ്ടാണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ തിയോളജി ഫ്രം എബവ് എന്ന് പറയുന്നത്. ഹൈ തിയോളജി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. ഈ മോഡേൺ ട്രെൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിയോളജിൻസിനൊക്കെ ഇടയ്ക്കാണെങ്കിൽ പോലും, ചിലപ്പം പല തിയോളജിക്കൽ ഫാക്കൽറ്റീസിനൊക്കെ അകത്താണെങ്കിൽ പോലും അവർ പലപ്പോഴും ഈ തിയോളജി ഫ്രം എബവിനെ ഭയങ്കര മോശമായിട്ട് കണക്കാക്കുക. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ദൈവത്തിൽ, എല്ലാം ഇങ്ങനെ ദൈവത്തിൽ, ദൈവം ഒക്കെ ഗിവിങ് അന്ന് മാത്രം പറയേണ്ട, നമുക്കും വിലയില്ലേ, നമ്മളും പറയണ്ടേ, നമുക്കും ഇല്ലേ എന്ന് പറഞ്ഞ് ഒരു 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 ഹ്യൂമൻ പെർസ്പെക്റ്റീവിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ദൈവശാസ്ത്രത്തിന് ഭയങ്കര മാർക്കറ്റാണ് ഇന്ന്, ഭയങ്കര അട്രാക്റ്റീവാണത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഭയങ്കരമായി സാധാ ജനത്തിന്റെ ഇടയ്ക്ക് സ്വീകരിക്കപ്പെടും. കാരണം ഇത് അവരെ കുറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങളാണ് എല്ലാത്തിന്റെയും കേന്ദ്രം, നിങ്ങളാണ് ഭയങ്കരം എന്നാണല്ലോ പറയുന്നത്. റാറ്റ്സിംഗർ പാപ്പ ഇതിന് നേരെ ഘടകവിരുദ്ധമായി സംസാരിച്ചിരുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ പാപ്പയെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത്, പാപ്പ ഓൾവേസ് എംഫസൈസസ് ഓൺ റിസീവിങ് ഡയമെൻഷൻ എന്നാണ്. റിസീവിങ് ഓവർ മേക്കിംഗ് എന്നൊക്കെ പറയാം. ടെക്നിക്കൽ ടൈമാണ് ഞാൻ പറയുന്നത്. റിസീവിങ് ഓവർ മേക്കിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ നിർമ്മിക്കുക എന്നതിനേക്കാൾ സ്വീകരിക്കുക എന്നാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ ദൈവിക രഹസ്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചതാണ്. ആരാധനാക്രമം നമ്മൾ സ്വീകരിച്ചതാണ്. പകരം ഈ ഒരു ലിബറേഷൻ ചായ്വുള്ളവർ എന്ത് പറയും? ആരാധനക്രമം നമുക്ക് ആസ്വാദ്യമായ വിധത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറയും. ആരാധനക്രമം നമുക്ക് ആസ്വാദ്യകരമായ വിധത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ജനത്തിന് അത് അത്ര സ്വീകാര്യമായിട്ട് തോന്നല്ല, നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് അവിടെ വിട്ട് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഉണ്ടാക്കാം. പിന്നെ അത് പോരാൻ തോന്നുവാണ്, നമുക്ക് മറ്റൊന്നുണ്ടാക്കാം. ഇനി ആളുകൾക്ക് എല്ലാം ഇഷ്ടം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണോ? എന്നാൽ പിന്നെ അതായിക്കോട്ടെ. എന്തിനാ ഇതൊക്കെ ആഫ്റ്റർ ഓൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ? ജനത്തിന് ഇഷ്ടപ്പെടാത്ത, ജനത്തിന് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ഈ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുകയും ചെയ്യും. കേൾക്കാൻ നല്ല രസമാണ് അല്ലെ? കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പരിപാടി എന്നാണ്. ഒരു പ്രൊട്ടസ്റ്റന്റ് പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ്. കാരണം അവര് ഒരുമിച്ച് കൂടുകയും അവർ ദൈവത്തെ അങ്ങ് ആരാധിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ആരാധനയ്ക്ക് ഭയങ്കരമായ വ്യത്യാസമുണ്ട്. വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. അതാണ് വ്യത്യാസം. ഈശോ മിശിഹായാണ് ആരാധിക്കുന്നത്, പരിശുദ്ധ റൂഹായാണ് ആരാധനയ്ക്ക് സഹായിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ മിശിഹാ ശരീരത്തിന്റെ ഭാഗവാക്കുകൾ മാത്രമാണ്. കർത്താവ് അർപ്പിച്ച ബലിയെ ഈശോ തന്നെ വീണ്ടും അർപ്പിക്കുമ്പോൾ അതിന്റെ പങ്കാളികൾ മാത്രമാണ്. നമ്മളൊരു ബലി ഉണ്ടാക്കിയിട്ട് കർത്താവിന് കൊടുക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഈ റിയാലിറ്റിയാണ് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്. നമ്മൾ വല്ലാതെ ഹ്യൂമനിസ്റ്റിക് ട്രെൻഡുകളിലേക്ക് പോകുമ്പം, ലിബറേഷൻ പെർസ്പെക്റ്റീവിലേക്ക് പോകുമ്പം ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു ട്രെൻഡിൽ നിന്നാണ് ഞങ്ങളുടെ മേൽ ആരും ഒരു ലിറ്റർജിക്കൽ ക്രമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിലായിരിക്കും ഞങ്ങൾ ഇത് ചെയ്യുക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അതിന് മാറ്റം വരുത്തും, ഞങ്ങളുടെ നാടിന് തോന്നിയ പോലെയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ ഒരു സാംസ്കാരിക അനുരൂപണം ഒന്നും അല്ല പ്രശ്നം. ഞങ്ങൾക്ക് ഇതാണ് നമ്മുടെ സംസ്കാരം തോന്നുമെങ്കിൽ ഞങ്ങളതങ്ങ് ചെയ്യും. അല്ലെ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, സോ വി വിൽ കണ്ടിന്യൂ ദാറ്റ്. അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം, മെത്രാൻ സംഘം ഞങ്ങളോട് ചോദിക്കണം, ഞങ്ങൾ അനുവദിച്ചാൽ ഞങ്ങൾ എന്നൊക്കെ പറയാൻ ഒരാൾക്ക് ലജ്ജയില്ലാതെ വരുന്നത് ഇതൊക്കെ നമ്മുടെ എന്തോ പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ്. എൻ്റെ ശക്തിയിലുള്ള, എൻ്റെ കഴിവിലുള്ള എന്തോ കാര്യമാണിത്, ഞങ്ങളെ കൂടി ഉണ്ടാക്കിയ ഒരു സാധനം ദൈവത്തിനും കൊടുക്കുന്നതാണ് എന്ന് കരുതുന്നത്. ഒരു വലിയ പരിധി വരെ ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളുടെയും ആരാധനയുടെ അന്തസ്സത്തെ അങ്ങനെയാണ്. അതായത് പഴയ നിയമത്തിലുൾപ്പെടെ പഴയ നിയമത്തിന്റെ പെർസ്പെക്റ്റീവിലൊക്കെ എങ്ങനെയാണ്? അവരുടെ അധ്വാനത്തിന്റെ പങ്ക് ദൈവത്തിനുണ്ട് കാഴ്ചവെക്കും. അവരുടെ അധ്വാനത്തിന്റെ പങ്ക് ദൈവത്തിന്, നമ്മുടെ കയ്യിലുള്ളതിൽ നിന്നെടുത്ത് ദൈവത്തിന് കൊടുക്കുന്നു. ലോകത്തിലെ എല്ലാ സ്ഥലത്തുമുള്ള പൂജാവിധികളും എല്ലാം അങ്ങനെയാണ്. ഈ യാഗങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ യാഗം അർപ്പിക്കുമ്പം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ തീക്കാത്തൊരു ഹോമകുണ്ടത്തിനകത്തേക്ക് ഇട്ട് ഇവർ ദഹിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ? എന്താണത്? അതൊക്കെ ഞങ്ങൾ ഈ ഭൂമിയിലുള്ളതൊക്കെ ഞങ്ങളിതാ നിനക്ക് തരുന്നു, അപ്പൊ നീ പ്രസാദിക്കൂ
എന്നാണ്. പഴയ നിയമത്തിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ കാരണം ദൈവം അവരുടെ പ്രാകൃതമായ നാച്ചുറലായ ഹ്യൂമനായ അവരുടെ അവരുടെ ലൈഫിനെ അവരുടെ ദൈവത്തിന് കൊടുക്കാനുള്ള ആ മനസ്സിനെയൊക്കെ ദൈവം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പതുക്കെ പതുക്കെ പഠിപ്പിച്ച് വളർത്തുന്നതാണ്. അതുകൊണ്ടാണ് ആബേലിന്റെയും കായേലിന്റെയും ഒക്കെ സമർപ്പണം മുതൽ ഉള്ള ആഴ്ച സമർപ്പണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലൊക്കെ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് ചങ്ങാലികളെ കുരുവികളെ ഒക്കെ കൊണ്ടുപോയി സമർപ്പിക്കും നമ്മൾ കാണും. ഈ ട്രെൻഡ് അതൊരു നാച്ചുറൽ റിലീജിയന്റേതാണ്. ഇതിന്റെ ഭാഗങ്ങളാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്തും ഉള്ളത്, യഹൂദർക്കും ഉള്ളത് അത് തന്നെയാണ് ഒരു പരിധി വരെ. നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് ദൈവത്തിന് കുറച്ച് കൊടുക്കുക. ഇതല്ല പുതിയ നിയമത്തിന്റെ ബലിയർപ്പണം, ഇതല്ല പുതിയ നിയമത്തിന്റെ ആരാധന, ഇതല്ല പരിശുദ്ധ സഭയുടെ ആരാധനക്രമം. അവിടെ എന്താണ്? അവിടെ നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് ദൈവത്തിന് കൊടുക്കുകയല്ല, പകരം കർത്താവ് നമുക്ക് തന്നതിനെ നാം ആഘോഷിക്കുകയാണ്. ഐ റിപ്പീറ്റ്, കർത്താവ് നമുക്ക് തന്നതിനെ നാം ആഘോഷിക്കുകയാണ്. ഈശോ നമുക്ക് തന്നതിനെ നാം ആഘോഷിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് തന്ന വിമോചനം, അവിടുന്ന് നമുക്ക് തന്ന വിമോചനം, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള വിമോചനം, അവിടുന്ന് നമുക്ക് തന്ന ദൈവിക കൃപകൾ, അവിടുന്ന് നമുക്ക് വീണ്ടെടുത്ത് തന്ന സ്വർഗരാജ്യം, അവിടുന്ന് നമുക്ക് തന്ന മരണത്തിന്മേലുള്ള വിജയം, ഇതിനെല്ലാം നാം ആഘോഷിക്കുകയാണ്. ആ ആഘോഷിക്കുന്ന ആരിലാണ്? ഈശോ മിശിഹായിലാണ് അത് ആഘോഷിക്കുന്നത്. ഈശോ മിശിഹായാണ് അതിന്റെ ഉറവിടം. ഇനി ഈ ബലിയർപ്പിച്ച ആ ഈശോ തന്നെയാണ് വീണ്ടും ബലിയർപ്പിക്കുന്നത്. അഥവാ ആ ബലി തന്നെയാണ്, ആ മിശിഹായുടെ ബലി തന്നെയാണ് യുഗാന്ത്യം വരെ തിരുസഭയിൽ അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബലിയർപ്പണത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, അത് കർത്താവ് തന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ റിസീവിങ് ഡയമെൻഷൻ നമ്മുടെ മേക്കിംഗ് ഡയമെൻഷന്റെ മുകളിൽ, അതായത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതിന്റെ, നമ്മൾ നിർമ്മിക്കുന്നതിന്റെ, നമ്മൾ കണ്ടെത്തുന്നതിന്റെ മുകളിൽ നിൽക്കണം. ഇനി ദൈവാരാധനയിൽ എപ്പോഴും അത് ദൈവാരാധനയാണെങ്കിൽ ദൈവം ഫോക്കസിലായിരിക്കണം, മനുഷ്യനല്ല ഫോക്കസിലാവേണ്ടത്. നമ്മൾക്ക് വിലയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ദൈവം ഫോക്കസിലായെന്ന് കയറി നമുക്ക് വിലയില്ലാണ്ടാവില്ല. ദൈവം ഫോക്കസിലാകുമ്പോഴേ ആരാധനാക്രമത്തിന് തന്നെ വിലയുണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ഒരു നല്ല പാട്ടും കച്ചേരിയാണെങ്കിൽ അതിന് വെറും ഒരു പാട്ട് കച്ചേരി എന്ന് വിളിക്കേണ്ട കാര്യമുള്ളൂ. പകരം ഇത് മിശിഹ തന്റെ ശരീരത്തിൽ അർപ്പിക്കുന്ന ബലിയാണ് എങ്കിൽ അതിന് മഹത്വപൂർണമായ അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിധേയത്വത്തോടു കൂടി ഇത് സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ കുർബാനയിലൊക്കെ അങ്ങനെ അതിന്റെ അർപ്പണ രീതിയിൽ പോലും ഇപ്പൊ ഉദാഹരണത്തിന് സിറോ മലബാർ സഭ എന്തുകൊണ്ടാണ് ആദിമകാലങ്ങളിൽ മുതൽ എല്ലാ സഭകളിലും, അതിപ്പം ലത്തീൻ സഭയിലായിരുന്നാലും പൗരസഭകളിലായിരുന്നാലും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഈ അനാഫ്ര പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധ കുർബാനയുടെ അർപ്പണം അത് 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 മദ്ബഹ അഭിമുഖമായി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതിന്റെ കാരണം പോലും ഇതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാണ്. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊരു അച്ഛന്റെ ഒരു ഷോ പോലെ തോന്നേണ്ട കാര്യമില്ല, കൂടെ കൂടിയിട്ട് ഒരുമിച്ചൊരു ഒരു ഇന്ററാക്ഷന്റെ സമയമല്ല. പകരം അതിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും ദൈവത്തിന് കൊടുക്കുന്ന പരസ്യമായ എളിമയുടെ ആരാധനയാണ്. അവിടെ നമ്മൾ പറയുകയാണ് ഇത് മിസ്റ്ററിയാണ് കർത്താവ്, ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. അതിനപ്പുറത്ത് ഇതൊരു സ്വർഗീയ രഹസ്യമാണ്. അതിന്റെ കാഴ്ച വെറും കണ്ണുകളുടെ കാഴ്ചയായിട്ട് പരിമിതപ്പെടുത്തരുത്. ഈ ഈ ഈ പറഞ്ഞ പോലത്തെ വിഷയങ്ങൾ, അതായത് ഈ ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ സ്വാധീനം ശക്തമായിട്ട് വരുന്നതിന്റെ ഭാഗമാണ് അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പം അച്ഛന്റെ മുൻപിൽ ഇരിക്കുന്ന കാസയിൽ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അത് അവിടെ നിൽക്കുന്ന അച്ഛനും കാണാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ സത്യം, അല്ലെ? അതായത് അർപ്പിക്കപ്പെടുന്ന വീഞ്ഞ് നിങ്ങൾ പരിശുദ്ധ കുർബാനയായി സ്വീകരിക്കുമ്പം അതിനകത്ത് ദൃശ്യമായ ഒരു കാര്യത്തിന് മാറ്റമില്ല. അങ്ങനെ ദൃശ്യമായ മാറ്റം ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെ ട്രാൻസ് ആക്സിഡന്റൈസേഷൻ എന്നാണ് വിളിക്കേണ്ടത്. ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദൃശ്യഘടകങ്ങൾ, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അന്തസത്ത. ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ് നടക്കുന്നത്. അഥവാ മിശിഹായായി, അതായത് ആ ബ്രെഡിന്റെയും വൈനിന്റെയും അന്തസത്ത, അതിന്റെ സത്ത, അദൃശ്യമായ സത്ത, അതാണ് മിശിഹ എന്ന ദൈവിക വ്യക്തിയായി മാറുന്നത്. അതിന്റെ ബാഹ്യ ഘടകങ്ങളാണ് അതിന്റെ നിറവും രുചിയും ഒക്കെ. ഇവയൊന്നും മാറുന്നില്ല. അവയൊക്കെ ആക്സിഡൻസ് ആണ്. ആക്സിഡൻസ് എന്നാണ് അതിന്റെ ഫിലോസഫിക്കൽ ടേമിൽ വിളിക്കുന്നത്. ഈ ആക്സിഡൻസ് ആണ്. ആക്സിഡൻസ് ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുകയും അതിനെ അതാക്കി തീർക്കുന്ന, ഇപ്പൊ വീഞ്ഞിനെ വീഞ്ഞാക്കി തീർക്കുന്ന അതിന്റെ ഒരു വൈൻനെസ് ഉണ്ടല്ലോ, വൈൻനെസ്, അതില്ലാതാവുകയും അത് മിശിഹ എന്ന വ്യക്തിയാവുകയും ചെയ്യും. അപ്പം ഈ വൈനിന്റെ പാർട്ടിക്കിൾസ് ഉള്ള, ബ്രെഡിന്റെ പാർട്ടിക്കിൾസ് ഉള്ള ഈശോ മിശിഹായാണത്. ഇത് ഈ സെൻസിന്റെ വിഷയമല്ല. അതുകൊണ്ട് ഞാനതെന്ന് അത് അടുത്തു പോയെന്ന് കാണണ്ടേ, ഞങ്ങൾക്കത് കാണാൻ പറ്റണ്ടേ, അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് ഞങ്ങളെ അത് കാണിച്ചു തരൂ, അല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് എങ്ങോട്ടാ മാറ്റി പിടിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ പറയുന്ന ബാലിശമായ വാദങ്ങൾ അതിന്റെ അന്തസത്തയുടെ മഹത്വത്തെ നിരാകരിക്കുന്നതാണ്.
അതിന്റെ അന്തസത്ത അത് ദൈവിക രഹസ്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തപ്പോഴാണ്. ദൈവിക രഹസ്യമാണത്. കാരണം അതിനു മുമ്പിൽ നമ്മൾ അത്ഭുതത്തോടുകൂടെ ഉൾക്കണ്ണുകൊണ്ടുള്ള കാഴ്ച കൊണ്ടാണ് നിൽക്കുന്നത്. ഉൾക്കണ്ണുകൊണ്ടുള്ള കാഴ്ച കൊണ്ടാണ് നിൽക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് കണ്ണില്ലാത്തവനെ കുറിച്ചല്ല, പകരം സ്വർഗീയ രഹസ്യങ്ങളിൽ വിശ്വസിക്കുന്നവൻ എന്നാണ്. എന്ന് വെച്ചാൽ കണ്ണിന്റെ സെൻസ് പെർസെപ്ഷൻ, ഈ എന്താ പറയാ, കണ്ണുകൊണ്ട് നോക്കുകയും കൈകൊണ്ട് തൊടുകയും ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചല്ല ആരാധനക്രമം സംസാരിക്കുന്നത്. അവയൊക്കെ ഇതിനപ്പുറത്തുള്ള അദൃശ്യ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് മറച്ചു പിടിക്കുവാണോ, ഞങ്ങൾക്ക് കാണിച്ചതായോ എന്നൊക്കെ അതിനകത്തൊരു അർത്ഥമില്ല. അവിടെ നിൽക്കുന്ന അച്ഛന് പോലും അതിനകത്തുള്ള കാര്യങ്ങൾ ഈ സാധാരണ കണ്ണുകൊണ്ട് കാണാനില്ല. അതിനപ്പുറത്തേക്കുള്ള രഹസ്യങ്ങളിലേക്ക് നോക്കുന്ന ഉൾക്കണ്ണാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ഉൾക്കണ്ണിനെ കുറിച്ച് പറയുന്നതാണ് ഈ എന്താ പറയാ, ദൈവോന്മുഖമായ ആരാധനാ വിചാരം എന്ന് പറയുന്നത്. ദൈവോന്മുഖമായ ആരാധനാ വിചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ്, വെറും മനുഷ്യോന്മുഖമായ ആരാധനാ വിചാരമാണ്. എന്ന് വെച്ചാൽ എന്റെ കണ്ണിനെ പ്ലീസിങ് ആയിട്ടുള്ള ചില സൂത്രങ്ങൾ നടക്കുന്നു, എനിക്ക് കാണാവുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു, ഞങ്ങളെല്ലാം കൊണ്ട് കണ്ടു തൊട്ട് ആസ്വദിക്കുന്നു. അങ്ങനെയല്ല. ഇത് ആത്മാവിന്റെ ആഘോഷമാണ്. ഇത് ആന്തരികതയുടെ ആഘോഷമാണ്. സ്വർഗീയ രഹസ്യങ്ങളുടെ ആഘോഷമാണ്. അഭൗമിക രഹസ്യങ്ങളുടെ ആഘോഷമാണ്. ഭൗമിക കാര്യങ്ങളുടേതല്ല. എന്നാൽ ഭൗമിക കാര്യങ്ങളുടെ അടയാളങ്ങളിലൂടെയാണ് അത് ചെയ്യുന്നത്. ആ അടയാളങ്ങൾക്ക് മറ്റൊന്നിലേക്ക് നമ്മളെ നയിക്കുന്ന അർത്ഥം മാത്രമാണുള്ളത്. മറ്റൊന്നിലേക്ക് നയിക്കുന്ന അർത്ഥം മാത്രമാണുള്ളത്. അവിടെ നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോവുകയും ചെയ്യരുത്. അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾക്കകത്ത് കുടുങ്ങി പോവുകയും അതിനതിന്റെ പേര് തല്ലുണ്ടാക്കുകയും ചെയ്യരുത്. പകരം ഏറ്റവും ഉചിതമായ വിധത്തിൽ തിരുസഭ കണ്ടെത്തി നമുക്ക് തരുന്നതിനെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്നതിന് മീനിങ് ഉണ്ട്. കാരണം ഇതിന്റെ മീനിങ് നൽകുന്നത് തിരുസഭയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന മീനിങ് അല്ല. തിരുസഭ നൽകുന്ന മീനിങ് ആണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന കാര്യം ഇന്നതാണ് അർത്ഥമാക്കുന്നത് എന്ന് ഓരോരുത്തരും ഓരോന്ന് തീരുമാനിച്ചാൽ പോരല്ലോ. സഭ നൽകുന്ന ഒരു മീനിങ് ഉണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ശരിക്കും മനസ്സിലാകാനായിട്ട് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു പതാക എന്ന് വിചാരിച്ചു. ഈ പതാക ഇപ്പൊ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തണം. അപ്പൊ ഞാൻ നോക്കുമ്പം ഈ പച്ചൻ ചൊമ്പ് അത്ര പോരാ, അതിനത്ര രസമില്ല, വെള്ളയും. ഞാൻ കുറച്ചുകൂടെ മൾട്ടി കളർ പതാകയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു 5-6 കളറുള്ള ഒരു പതാകയാണ് ഞാൻ ഉയർത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഉയർത്തിയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പതാകയായിരിക്കും അത്. എല്ലാവരും പറയൂ, അച്ഛൻ ഉയർത്തിയ പതാക കുറച്ചുകൂടെ മനോഹരമായിട്ടുണ്ട്, കൊള്ളാം, സൂപ്പർ പതാകയാണല്ലോ അച്ഛൻ ഉയർത്തിയത് എന്ന് പറയൂ? ഇല്ല. അവര് പറയും ഇത് പതാക ഉയർത്തലല്ല എന്ന് പറയും. കാരണം എന്താണ്? പതാകയ്ക്ക് മീനിങ് കൊടുത്തിരിക്കുന്നത് ഞാനല്ല. നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചാൽ, അല്ലെ 3-4 പേര് കൂടി ഓരോരുത്തർ അവനവന് ഇഷ്ടമുള്ളത് ചെയ്താൽ അതിന് മീനിങ് വരില്ല. പകരം അതിനൊരു മീനിങ് ഈ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മീനിങ് ആ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കഷ്ണമായിരിക്കും, ഓരോ കഷ്ണം തുണി തന്നെയാണ്. ഓരോ നിറത്തിനും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഈ നിറത്തിന് എല്ലാ നിറങ്ങളും തന്നെയാണ്. ഓരോ നിറത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം. എനിക്ക് വേണം ചുമപ്പ് വെച്ചിട്ട് രക്തസാക്ഷികളുടെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ചുമപ്പ് എന്ന് എനിക്ക് വേണേൽ പറയാം. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിനൊരു മീനിങ് കൊടുക്കാൻ അതിന്റെ അതോറിറ്റി ആവശ്യമുണ്ട്. ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്ന ഓരോ റൂബ്രിക്സിനും ഓരോ ചലനങ്ങൾക്കും അർത്ഥം കൊടുക്കുന്നത് പരിശുദ്ധ സഭയാണ്. അല്ലാതെ ഓരോരുത്തരും അവനവന് ഫീൽ ചെയ്യുന്ന അർത്ഥം കൊടുക്കുകയല്ല ചെയ്യണ്ടേ. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, കോൺസെക്രേഷൻ വേർഡ്സിന്റെ സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു, ഇത് രക്തമാകുന്നു എന്നൊക്കെ ചെല്ലുന്ന ആ സമയത്ത് എന്നാൽ ഞാൻ ആദരവോടുകൂടെ മുട്ടുമേൽ അങ്ങ് നിന്നേക്കാം, എനിക്ക് അതാ ഇഷ്ടം, എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് എന്ന് ഒരാളല്ല അതിന്റെ മീനിങ് കൊടുക്കേണ്ടത്. പകരം തിരുസഭ അതിന് നൽകിയിരിക്കുന്ന ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ്ങിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. തിരുസഭ കൊടുത്തിരിക്കുന്ന ഒരു മീനിങ് ഉണ്ട്, അതിന് ഞാൻ സ്വീകരിക്കുകയുണ്ട്. എനിക്ക് ചിലപ്പോൾ അതിനേക്കാൾ രസകരമായ മറ്റൊരു മീനിങ് ആട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ എനിക്കിഷ്ടം, ഈ പതാകയുടെ കാര്യം പറഞ്ഞ പോലെ ഇരിക്കും. എനിക്കിഷ്ടമുള്ള കളർ അടിച്ചിട്ട് ഞാനിത് പതാകയാന്ന് പറഞ്ഞ് ഉയർത്തുന്ന പോലെ ഇരിക്കും. ഓൺ ദി അതർ സൈഡ് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? കർത്താവ് പരിശുദ്ധ റൂഹ വഴി സഭാധികാരത്തിന് വിധേയമായ വിധത്തിൽ നൽകിയിരിക്കുന്ന നിയമങ്ങളെ, അതിന്റെ ആരാധനാ നോംസിനെ, നിയന്ത്രണങ്ങളെ സ്വീകരിക്കുക. എന്നിട്ട് അത് ചെയ്യുന്നത് വഴി അതിന് മീനിങ് ഉണ്ടാവും. കുറച്ചുകൂടെ നല്ല മീനിങ് ഇതാണ്, അത് ആരാ മാറ്റാൻ എന്നൊന്നും ചോദിക്കുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ദൈവികതയില്ല. അത് സിമ്പിൾ ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യന്റെ ഗ്ലോറിയാണ്, ഞങ്ങളുടെ കടുംപിടുത്തമാണ്, ഞാനാണ് ഇതിൻ്റെയൊക്കെ അധികാരി എന്ന് സ്വയം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. എളിമയുള്ള ഒരു മനുഷ്യൻ അതിന്റെ മറുവശത്ത് പറയണം, തിരുസഭയ്ക്ക് കർത്താവ് സ്ഥാപിച്ച സ്ലീഹന്മാരുണ്ട്, അവരുടെ പിൻഗാമികളുണ്ട്, അവർ നൽകുന്നു, അവരുടെ മേലാണ് വിശ്വാസം നിക്ഷേപവും നൽകിയിരിക്കുന്നത്. ആരാധനാക്രമത്തിന്റെ നിയമങ്ങൾ എനിക്കിഷ്ടമുള്ള പോലെ മാറ്റാവുന്നതാണെങ്കിൽ വിശ്വാസത്തിന്റെ നിയമങ്ങളും എനിക്കിഷ്ടമുള്ള പോലെ മാറ്റാവുന്നതായിരിക്കും. കാരണം ഇത് രണ്ടും ഒരുപോലെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം വിശ്വാസത്തിന്റെ നിയമമാണ് ആരാധനയുടെ നിയമം, ആ സഭ നൽകുന്ന നിയമമാണത്. അതുകൊണ്ട് എപ്പോഴും ഈ റിസീവിങ് ഡയമെൻഷൻ, ഓവർ മേക്കിംഗ്, അതെപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടണം.
അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞൊരു കുറവല്ല. പലപ്പോഴും നമ്മൾ കരുതുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് വലിയ വ്യക്തിത്വം ഇല്ലാത്തവരാണ്, വെറും അടിമകളാണ്, അവർക്കൊന്നും ഒരു ബലമില്ല എന്നൊക്കെ ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുങ്ങൾ പാവങ്ങളാ, പാവങ്ങൾ എന്തോരം പറഞ്ഞാലും അതുപോലെ കേൾക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും നല്ല ബലമുണ്ടെങ്കിലേ ശരിയായത് എളിമയോടുകൂടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. മറുവശത്ത് ദുർബലർ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇച്ചിരി കളിയാക്കാൻ പെട്ടെന്ന് വൂണ്ടഡാവത്തില്ലേ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കളിയാക്കിയ അവര് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരതിനെ എടുക്കും. അതെപ്പോഴും ഈ വീക്കായിരിക്കുന്നതിന്റെ അതിന്റെ തെളിവാണ്, അതിന്റെ അതിന്റെ തെളിവാണ് നമ്മൾ വല്ലാതെ നമ്മുടെ മഹത്വത്തിന് വേണ്ടി കുസ്തി പിടിക്കാനൊക്കെ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യണം, ഞങ്ങൾക്ക് തന്നെ വിലയില്ല, ഞങ്ങൾക്ക് തന്നെ വിലയില്ല എന്ന് എടുത്തെടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ഒരു അപകർഷത കൊണ്ടാണ്. നമുക്ക് വിലയില്ല നമുക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ്. നമുക്ക് മെത്രാന്മാരുടെ സിനഡിന് കർത്താവ് കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അവരത് ചെയ്യുന്നത് എനിക്കും സ്വീകാര്യമാണ് എന്ന് പറയുന്നത് നല്ല ഉൾബലമുള്ളവർക്കേ പറ്റത്തുള്ളൂ. അത് ശരിക്കും അതിനെ ആഴത്തിൽ അറിയുന്നവർക്കേ പറ്റുള്ളൂ. വിശ്വസിക്കാൻ എപ്പോഴും ഒരു ഒബീഡിയൻസിന്റെ ഹൃദയം ആവശ്യമുണ്ട്. ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഈ റെവലേഷന്റെ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത്. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അബ്രാഹം അനുസരിച്ചു, അതവന്റെ വിശ്വാസമായി പരിണമിച്ചു. അബ്രഹാം അനുസരിച്ചു, അതവൻ വിശ്വാസമായി പരിണമിച്ചു. ഈശോ മിശിഹ അനുസരിച്ചു, അത് നമ്മുടെ രക്ഷയ്ക്കായി പരിണമിച്ചു. ഇത് ശക്തന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതിന് ഭയങ്കരമായി ഉൾക്കാമ്പ് ആവശ്യമുണ്ട്, തിരിച്ചറിവ് ആവശ്യമുണ്ട്. ഇല്ലാതെ വന്നാൽ എന്തു പറ്റും? നമുക്ക് നമ്മുടെ അപകർഷതയിൽ നിന്ന് ഞാനൊന്നും അല്ലാന്ന് തോന്നുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ എല്ലായിടത്തും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിലുള്ള ആരാധനാക്രമം, എൻ്റെ കണ്ടത്തിലുള്ള ആരാധനാക്രമം അങ്ങനെയൊന്നുമല്ല. സഭയിലുള്ള ആരാധനാക്രമം എനിക്കിഷ്ടമാണ്, എനിക്ക് സ്വീകാര്യമാണ്. എൻ്റെ മനുഷ്യ ബുദ്ധിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ അതിന്റെ അപ്പുറത്ത് ഈ കഴിഞ്ഞ മുമ്പത്തെ സിനഡിന് ശേഷം സഭ ആരാധനാക്രമത്തിന്റെ നിൽക്കുന്ന രീതിയെ പരിഷ്കരിച്ച സമയത്ത് നമ്മുടെ രൂപതയുള്ള വലിയ ശതമാനം പിതാക്കന്മാർ പരസ്യമായി പറഞ്ഞ വാചകമാണിത്. എനിക്കത് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ വിഷയമല്ല, ഞാനതേ വിശ്വസിക്കുന്നു, ഞാനതാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ ഒത്തിരി പിതാക്കന്മാർ അങ്ങനെ പരസ്യമായി തന്നെ, എല്ലാവരും അങ്ങനെ ഉൾക്കൊണ്ടു, പരസ്യമായി തന്നെ പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു. അത് അവരുടെ ഈ തിരിച്ചറിവിൽ നിന്നാണ്. അത് നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ഇതിനകത്തോട് ഇച്ചിരി ഡൈവേർട്ട് ചെയ്ത് കയറിപ്പോയത് ഇതിന്റെ ഉൾക്കാമ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. സഭ പഠിപ്പിക്കുകയാണ്, അത് എപ്പോഴും ഒരു കുദാശപരമായ ഒരു അനുഷ്ഠാനക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിന്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല. ഇനി ഈ പരിഷ്കരണത്തെക്കുറിച്ച്, ആരാധനാക്രമ പരിഷ്കരണത്തെക്കുറിച്ചാണ് മൂന്നാം ചാപ്റ്റർ. അത് ഞാൻ ഇച്ചിരി സ്കിപ്പ് ചെയ്തിട്ട് കയറിയതാ, ഞാൻ വീണ്ടും പരിസരത്തിടും. 3-ാം ചാപ്റ്ററിനകത്ത് 22-ാമത്തെ പാരഗ്രാഫ് 3 പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. 22-ാമത്തെ പാരഗ്രാഫ് 3 പോയിന്റുകൾ എണ്ണി പറയാണ്. 1, 2, 3 ക്രമ നമ്പർ ഇട്ടിട്ട് പറയാണ് 3 കാര്യങ്ങൾ. അത് നമുക്ക് വായിച്ചു കേൾക്കാം. ഏതൊക്കെയാണെന്നറിയാമോ? 1, വിശുദ്ധ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം സഭാധികാരത്തെ മാത്രം, അതായത് പരിശുദ്ധ സിംഹാസനത്തെയും, 2, നിയമം അനുവദിക്കുന്നിടത്തോളം മെത്രാനെയും ആശ്രയിച്ചിരിക്കുന്നു. നോക്കുക, ആരാധനക്രമത്തിന്റെ കൺട്രോൾ അത് ആരെ ആശ്രയിച്ചിരിക്കുന്നതാണ്? സഭാധികാരത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ചുമ്മാ ഒരു അധികാര സ്ഥാപനമാണോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അധികാരം ഞങ്ങൾ അധികാരികൾ അങ്ങ് തീരുമാനിക്കും, നിങ്ങളൊക്കെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നതാണോ? അല്ല, അത് അവർ സ്വീകരിച്ചതാണ്. അവർക്ക് നൽകപ്പെട്ടതാണ്, അവർ സ്വീകരിച്ചതാണ്. അവരതിൻ്റെ വിശ്വസ്തരായ ശുശ്രൂഷകരാണ്. അവർക്കതിനെ വെറുതെ എവിടെയെങ്കിലും ഇട്ട് കളയാൻ പറ്റില്ല. അത് അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടാനും പാടില്ല. അതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു അധികാരം എന്നതിനേക്കാൾ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് പൈതൃകമായി കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അധികാരം എന്നതിനേക്കാൾ അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു കടമയാണ്, കടമ നിർവഹിക്കലാണ്. നമുക്കറിയാലോ, ഇപ്പം ഒരു അപ്പന് പിതൃസ്വത്തായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്ത്, ഇത് അന്യാധീനപ്പെടുത്തി കളഞ്ഞ മക്കൾ വഴിയാധാരമാക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്പന്റെ അധികാരമൊന്നും അല്ലല്ലോ. പകരം എന്താണത്? അത് ആ മക്കൾക്ക് വേണ്ടിയുള്ള കരുതലാണ്, അവർക്ക് വേണ്ടിയുള്ള സൂക്ഷിച്ചു വെക്കലാണ്. അത് അപ്പന്റെ കടമയാണ്. ഏതെങ്കിലും ഒരു അപ്പൻ ഈ സ്വത്തെല്ലാം എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, ഞാനാണ് ഇതിന്റെ പരമാധികാരി എന്ന് പറഞ്ഞ് ദൂർത്തടിച്ചാൽ കാണുന്നവരെല്ലാവരും അയാളെ തെറ്റു പറയുകയുള്ളൂ. ആളോട് പറയും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്റെ അടുത്ത തലമുറയ്ക്ക് ഇത് വേണമെന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറയും. നമ്മൾ ഈ പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഇങ്ങനെ പറയാറില്ലേ, പ്രകൃതിയുടെ സംരക്ഷകരാണ് നമ്മൾ.
നമ്മളാരും ഇതിന്റെ കുത്തക മുതലാളിമാരൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനൊന്നുമല്ല എന്ന് പ്രകൃതിയെക്കുറിച്ച് പറയും. എന്നാൽ ദൈവം നേരിട്ട് നൽകിയ ആരാധനാക്രമത്തെക്കുറിച്ച് പറയുമ്പം ഞങ്ങളൊക്കെയാണ് ഇതിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആലോചിച്ച് നോക്കി. അത് എന്നല്ല, ഈ മെത്രാൻ സംഘം അതിന്റെ കസ്റ്റോഡിയൻസ് ആണ്. അതിനെ അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് വലിയ കടപ്പാടുണ്ട് അതിനെ കേടുകൂടാതെ സംരക്ഷിക്കാൻ. അതുകൊണ്ടാണ് അവര് നമ്മളെ വേണമെങ്കിൽ നിങ്ങൾ വെറുതെ നമ്മളെ പ്ലീസ് ചെയ്യാം, ജനത്തെ മുഴുവൻ ഒരു തലമുറയിലെ മെത്രന്മാർക്ക് ചുമ്മാ പ്ലീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതാണ് ഇഷ്ടം, എന്നാ പിന്നെ അങ്ങനെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആ കൊള്ളാലോ എന്ന് പറയാൻ കുറെ പേരുണ്ടാവും, കൈയടിക്കാനും കുറെ പേരുണ്ടാവും. എന്നിട്ട് ഇവര് സ്വന്തം ജീവരക്തം കൊടുത്ത് സൽപ്പേര് കളഞ്ഞ് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അവരെ കടപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അവരെ ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വ ബോധം അതിന്റെ പുറകിൽ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർക്ക് നൽകുന്ന മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കകത്ത് തന്നെ അവരുടെ ആത്മാവിൽ പതിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. ഒരച്ഛനും അതുണ്ട്. ഒരച്ഛനായി കഴിഞ്ഞാൽ ആ മനുഷ്യന് പല കാര്യങ്ങളും കാണുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നും. അതിനാണ് ഈ അച്ഛൻ കിടന്നിട്ട് പള്ളി കിടന്ന് ഗുസ്തി പിടിക്കുന്നത് എന്നതുപോലെ ഒരു മെത്രാൻ സംഘത്തിന്റെ ഉള്ളിൽ, സഭയെ, വിശ്വാസത്തെ ഗൗരവമായി സ്നേഹിക്കുന്ന ഒരു മെത്രാന്റെ ഉള്ളിൽ പഠിക്കാതെയോ പഠിപ്പിക്കാതെയോ തന്നെ ഈ ഉത്തരവാദിത്വബോധം ഇങ്ങനെ കുടികൊള്ളും. അതുകൊണ്ടാണ് ഇവര് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആളുകളെ പ്ലേസ് ചെയ്ത് കയ്യടി മേടിക്കാമെന്ന് പോലും ഇരിക്കെ ഇവര് അവരെ തന്നെ കളഞ്ഞ്, അവരുടെ ആയുസ് കളഞ്ഞ്, അവരുടെ സൽപ്പേര് കളഞ്ഞ്, ചിലപ്പോൾ സ്ഥാനം പോലും കളഞ്ഞ് അതിനു വേണ്ടി നിൽക്കുന്നത്. അത് ശരിക്കും മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റണം. കാരണം അത് ആരാധനാക്രമത്തോടുള്ളൊരു സ്നേഹമാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് തോന്നുന്നത് പോലെ കാണിക്കാവുന്നതൊന്നല്ല അത്. കാരണം അത് കർത്താവ് കൈമാറിയ പൈതൃകമാണ്, അതിശ്രേഷ്ഠമായ പൈതൃകമാണ്. ആ പൈതൃകത്തിന് ആ സഭയുടെ വളർച്ചയുടെ വലിയ പാരമ്പര്യമുണ്ട്. അതിൻ്റെ സഭയുടെ യഥാർത്ഥ പിതാവിൻ്റെ, അതിൻ്റെ സ്ലീഹായുടെ പാരമ്പര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നൽകിയ വളർച്ചയുടെ ഒരു ഒരുക്കമുണ്ട്. ഇതിനെയൊക്കെ പരിഗണിക്കണം. അതുകൊണ്ട് വിശുദ്ധ ആരാധനാക്രമത്തിന്റെ നിയന്ത്രണം സഭാധികാരത്തെ മാത്രം, അതായത് പരിശുദ്ധ സിംഹാസനത്തെയും പിന്നീട് ഓരോ മെത്രാനും നിയമം അനുവദിക്കുന്ന വിധത്തിൽ മെത്രാനെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ് 22ാമത്തെ വിശുദ്ധ ദൈവാരാധനയെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ 22ാമത്തെ പാരഗ്രാഫിന്റെ 1ാമത്തെ പോയിന്റ്. ഒറ്റ വാചകമേ ഉള്ളൂ. 2ാമത്തെ പോയിന്റ് ഒരു വാചകമാണ്. അതിങ്ങനെയാണ്: നിയമദത്തമായ അധികാരത്താൽ നിർദ്ദിഷ്ട പരിധികൾക്കുള്ളിൽ ആരാധനാക്രമത്തിന്റെ ക്രമവൽക്കരണം, കോർഡിനേഷൻ, നൈയാമികമായി സ്ഥാപിക്കപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രാദേശിക മെത്രാൻ സംഘങ്ങൾക്കും ഉണ്ട്. ഇത് പ്രധാനമായും ലത്തീൻ ക്രമത്തിലാണ് ഇത് പറയുന്നത്. കാരണം പ്രാദേശിക മെത്രാൻ സംഘങ്ങൾ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇന്ത്യൻ ബിഷപ്സ് കോൺഫറൻസ്, അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് എന്നൊക്കെ പറയുന്ന ബിഷപ്സ് കോൺഫറൻസിനെയാണ് ഈ പറഞ്ഞതിനകത്ത് നേരിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. കാരണം മാർപ്പാപ്പയ്ക്ക് ഉദാഹരണത്തിന് ഇപ്പം ലാറ്റിൻ അമേരിക്കൻ ബിഷപ്സ്, അവർക്ക് അവരുടെ സംഘത്തിന് ഈ അധികാരം, ഒരു പരിധി വരെ അവർക്ക് ഈ അധികാരമുണ്ട്. മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ മാത്രം അധികാരമുണ്ട്. ഇത് സമാനമായി പൗരസ്ത്യ സഭകളുടെ സിനഡുകൾക്കുണ്ട്. അത് തന്നെയാണ് അവിടെ സിനഡിനും ആപ്ലിക്കബിൾ ആകുന്നത്. ഇവിടെ ഒരു വശത്ത് പരത്തിലുള്ള പ്രാദേശിക മെത്രാൻ സംഘം എന്നാണ് പറയുന്നതെങ്കിൽ, പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചാണെങ്കിൽ അവയുടെ സിനഡുകൾക്കാണ് അതിന് അധികാരമുള്ളത്. നിയമദത്തമായ അധികാരത്താൽ നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ ആരാധനാക്രമത്തിന്റെ ക്രമവൽക്കരണം, നൈയാമികമായി സ്ഥാപിക്കപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രാദേശിക മെത്രാൻ സംഘങ്ങൾ, നൈയാമികമായി സ്ഥാപിക്കപ്പെട്ട ബിഷപ്സ് കോൺഫറൻസസ്, ഒരു 10 മെത്രാന്മാർ കൂടിയിട്ട് സ്വന്തം നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫറൻസിനെ കുറിച്ചല്ല, സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന ബിഷപ്സ് കോൺഫറൻസിനാണ് ഇതുള്ളത് എന്നാണ്. ഇനി 3ാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? അതുകൊണ്ട് ഈ 2 കാര്യം പറഞ്ഞിട്ട് അസർട്ട് ചെയ്ത് പറയാണ്, അതുകൊണ്ട് ഒരു കാരണത്താലും മറ്റാരും, ഒരു വൈദികൻ പോലും സ്വയമേവ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്തു കൂടാത്തതാണ്. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരും, ഒരു വൈദികൻ പോലും, മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഉള്ള മെത്രാൻ സംഘത്തിനല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രാദേശിക സിനഡ് അനുവദിച്ചിരിക്കുന്നിടത്തോളം അല്ലാതെ മറ്റാരും, ഒരു വൈദികൻ പോലും സ്വയമേവ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്തു കൂടാത്തതാകുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ 22ാമത്തെ പാരഗ്രാഫിന്റെ 3ാമത്തെ പോയിന്റാണ്. ഇങ്ങനെ 3 പോയിന്റാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ 3 പോയിന്റിന് കടലിനോളം ആഴമുണ്ട്.
ഇതിന്റെ മൂന്നാമത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. അത് ഒരുപക്ഷെ ഇത് വേണ്ട വിധത്തിലൊന്ന് വായിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നമാണ് പലപ്പോഴും നമ്മുടെ ഇടയ്ക്കൊക്കെ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരും, ഒരു വൈദികൻ പോലും സ്വമേധയാ ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്തുകൂടാത്തതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആരാധനക്രമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അത് ബാധകമാണ്. വിച്ച് മീൻസ് ഒരു പ്രാർത്ഥന മാറ്റുന്നതിന് ഈ പ്രാർത്ഥന പോരാ. ഇപ്പൊ ഞാൻ ഒരു സ്പോണ്ടേനിയസ് പ്രെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സമയം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാപമോചന ശുശ്രൂഷ അങ്ങ് കട്ട് ചെയ്തിട്ട് പകരം കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നു, ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം യാചിക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥനയോട്ട് പോകാൻ പാടില്ല എന്ന് ഒരു കാരണത്താലും ഇതിനകത്ത് മാറ്റം വരും. കാരണം ഇത് അച്ഛൻ ഉണ്ടാക്കിയതല്ല, അച്ഛൻ്റെതല്ല, അച്ഛൻ്റെ കസ്റ്റഡിയിലുള്ളതല്ല. അച്ഛൻ അതിൻ്റെ മേൽ ശുശ്രൂഷിക്കാൻ അഥവാ സംരക്ഷിക്കാനുള്ള അധികാരമല്ലാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഉള്ള അധികാരമില്ല. അത് ജനത്തിനുമില്ല. സഭ നിഷ്കർഷിച്ചിരിക്കുന്ന ഗാനങ്ങളല്ലാതെ പാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ ഇനി അച്ഛന് പോലും ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടോ പകരം മാറി പാടാൻ സഭ അനുവദിക്കുന്നില്ല. ഇന്ന് രണ്ടു വശത്തുന്ന പ്രശ്നമുണ്ട്. ഒന്നാമത്തേത്, അത് ആ അച്ഛൻ്റെയോ ഗായക സംഘത്തിന്റെയോ അധികാരത്തിൽ പെടുന്നതല്ല, അത് മുകളിൽ നിന്നുള്ള അധികാരത്തിന്റെ പ്രശ്നം. രണ്ടാമത്തെ എന്താണ്? അതിൽ പങ്കെടുക്കുന്ന ജനത്തിന്റെ അവകാശം. ആ ജനത്തിന് അവർക്ക് ഈ പാട്ടുകാർക്കോ അച്ഛനോ ഇഷ്ടമുള്ളത് കൊടുത്താൽ മേടിക്കാൻ വന്നിരിക്കുന്നവരല്ല അവര്. തിരുസഭ നൽകിയിരിക്കുന്ന ആരാധനാക്രമത്തെ അനുഭവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുസഭ നൽകിയിരിക്കുന്ന ആരാധനാക്രമത്തെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവർക്കത് കൊടുക്കണം. ഇനി അത് ആരാണ് കൊടുക്കുന്നത്? തിരുസഭയാണ് കൊടുക്കുന്നത്. തിരുസഭ ഇന്ന വെസ്റ്റ്മെന്റ്സ് ഉപയോഗിച്ചാണ് ബലിയർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലെ വെസ്റ്റ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടല്ല അത് അർപ്പിക്കേണ്ടത്. അതൊക്കെ എല്ലാം കത്തോലിക്ക സഭയല്ലേ എന്നല്ല അത് അർത്ഥമാക്കേണ്ടത്. അല്ലെങ്കിൽ അനാഫറ എനിക്ക് അത്ര പോരാ, ഞാൻ ഈ അനാഫറയ്ക്ക് പോരാ മറ്റൊരു പ്രാർത്ഥനയാണ് ചെല്ലുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആവശ്യപ്പെട്ടതുപോലെ ചെയ്യാമെങ്കിൽ മാത്രമാണ് ആ പുരോഹിതനായി തുടരേണ്ടത്. അല്ലാതെ തനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, സഭ അത് സഹിച്ചോണം എന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമില്ല. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, സഭ അത് സഹിച്ചോണം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഞങ്ങൾ പാടും, നിങ്ങൾ വേണേ കേട്ടോണം എന്ന് പറയാൻ ഗായക സംഘത്തിന് അധികാരമില്ല. ആ അധികാരം കർത്താവും കൊടുക്കുന്നില്ല, സഭയും കൊടുക്കുന്നില്ല, ജനവും കൊടുക്കുന്നില്ല. ഇനി ജനത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് കരുതുക. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടം, ഞങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് കുർബാന കഴിയാണ്, ഇഷ്ടമാണ് എന്നെല്ലാവരും കൂടി ആവശ്യപ്പെടും. എന്നാൽ ശരി, ജനത്തിന്റെ ഇഷ്ടം നടന്നോട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു 10 മിനിറ്റിന്റെ ഒരു ഷോർട്ട് മാസമൊക്കെ ഉണ്ടാക്കിയിട്ട് ചെല്ലുന്നു, ആൾക്കൂട്ടം ഉണ്ടാകുന്നു, കണ്ടോ ആൾക്കാർക്കെല്ലാം ഇഷ്ടം, അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കൂ എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം അതൊക്കെ ഞാൻ ഈ ആദ്യം പറഞ്ഞ തിയോളജിക്കൽ പ്രശ്നമാണ്. ഹ്യൂമനിസത്തിന്റെ ഈ ഹ്യൂമൻ കപ്പാസിറ്റീസിനെ ഡിവിനിറ്റിയുടെ മുകളിൽ സ്ഥാപിക്കുന്നതിന്റെ, നൽകപ്പെടുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നതിന്റെ, മനുഷ്യനാണ് ഇതൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ എന്ന് പ്രസംഗിക്കുന്നതിന്റെ ഒക്കെ ഭാഗമാണ്. കുർബാന മനുഷ്യന് വേണ്ടിയല്ലേ എന്ന് പ്രസംഗിക്കുന്നതിന്റെ ഭാഗമാണ്. കുർബാന മനുഷ്യന് വേണ്ടിയല്ലേ എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്ന സ്ഥലമായിട്ട് മാറും. ഈ കുർബാനയുടെ ഇടയ്ക്ക് ഡാൻസും കൂടെ വെച്ചോളാൻ തോന്നി ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് ആരാധനാക്രമം മാറും. അങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആരാധനാക്രമത്തിനകത്തുള്ളത് ഒന്നും നമ്മുടെ മെറിറ്റ് അല്ല, പകരം ഈശോയുടെ ആത്മബലിയാണ്. ആ ബലി, കർത്താവ് അർപ്പിച്ച ആ ബലി അവിടുന്ന് കൈമാറിയിരിക്കുന്ന മെത്രാൻ സംഘത്തിനാണ്. അതെങ്ങനെ അർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതും അതിന് നിയതരൂപം നൽകിയതും പരിശുദ്ധാത്മാവിലൂടെയാണ്, റൂഹായിലൂടെയാണ്. അത് സ്വീകരിച്ചിരിക്കുന്ന മെത്രാൻ സംഘത്തിന് വിവേചനത്തോടുകൂടെ അതിനെ പരീക്ഷിക്കാനുള്ള കടമയുണ്ട്. ആ കടമ അവർ നിർവഹിക്കുമ്പോൾ അവരോട് പിണങ്ങാതെ സ്നേഹത്തോടു കൂടെ ചേർന്ന് നിൽക്കാനുള്ള ജ്ഞാനവും വിവേകവും നമുക്കുണ്ടാകുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആരാധന ആരംഭിക്കുന്നത്. ഇതുകൂടാതെ ഒരാൾക്കും ദൈവാരാധനയുടെ ഭാഗമാകാൻ പറ്റില്ല, യഥാർത്ഥ ആരാധകനായി മാറാൻ പറ്റില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ സ്വത്വത്തെ ആയിരിക്കും, എൻ്റെ അഹത്തെ ആയിരിക്കും ആരാധിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ താല്പര്യത്തെ ഞാൻ ആരാധിക്കുന്നു. അങ്ങനെയായിട്ടത് അധപ്പതിക്കും. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇതിന്റെ തുടർ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഒരു ചോദ്യം നമുക്ക് വന്നിരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യം വന്നായിരുന്നു, ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബൈബിൾ ബ്രാക്കറ്റിൽ കീറിയത് ഒത്തിരി പഴക്കം വന്നത്, പിന്നെ അതുകൂടാതെ ഭക്തവസ്തുക്കൾ, ഉപയോഗശൂന്യമായ ജപമാല ഒത്തിരിയും
ഇവയൊക്കെ എന്ത് ചെയ്യണം? കത്തിച്ചു കളയാവോ? ഇവ സംസ്കരിക്കാൻ എന്താണ് മാർഗം എന്നാണ് ചോദ്യം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഇത് കുറച്ച് സാക്രിലേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സാക്രിലേജ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായവയെ അവഹേളിക്കുകയോ തിന്മയ്ക്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന തിന്മയാണ്, അതിമാരകമായ പാപത്തെയാണ് സാക്രിലേജ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് കുറച്ച് സാക്രിലേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ ഗ്രന്ഥം, അത് അതിൽ തന്നെ വിശുദ്ധമാണ്. അത് വെഞ്ചരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധഗ്രന്ഥം വെഞ്ചരിക്കാൻ പാടില്ല. വിശുദ്ധഗ്രന്ഥം കാഴ്ചാർപ്പണം നടത്താനും പാടില്ല. ചിലപ്പോഴൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിലൊക്കെ പല പിള്ളേർക്ക് കാഴ്ച സമർപ്പണം നടത്താൻ നേരത്ത് ഇങ്ങനെ ബാക്കി കൈ കിട്ടിയ സാധനം എല്ലാം കൊടുത്തു. പൂവും ഓസ്തി, കുർബാനയ്ക്കുള്ള ഓസ്തിയും ഇതും വീഞ്ഞും വരെ പോയി കൊടുത്തു. ഇനിയൊന്നും ഇല്ലാത്ത വന്ന പിന്നെ ബൈബിളും കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബൈബിൾ കാഴ്ചാർപ്പണം കൊണ്ടുവന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ സാധ്യത. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണെന്നറിയാമോ? കാരണം വിശുദ്ധ ഗ്രന്ഥം എന്താണ്? ദൈവം നമുക്ക് നൽകിയതാണ്. അവിടുത്തെ വചനം നമുക്ക് നൽകിയതാണ്. അവിടുന്ന് നമുക്ക് നൽകിയതാണ്. തന്നെ നൽകിയതാണ്. ഈശോമിശിഹായാണ് നമുക്ക് നൽകിയതാണ്. നമുക്ക് നൽകിയിരിക്കുന്ന വചനം നമ്മൾ സ്വീകരിച്ചതാണ്. ഈ സ്വീകരിച്ച വചനത്തിൽ നിന്ന് കർത്താവ് തന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന എന്ത് അധികാരത്തിലാണ്? അതെങ്ങനെയാണ് നമുക്ക് അവിടെ കൊണ്ട് സമർപ്പിക്കാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് കാഴ്ച സമർപ്പണത്തിന്റെ ആകാൻ പാടില്ല. വിശുദ്ധം തോന്നും. പറഞ്ഞു വന്നത് എന്താണ്? ബൈബിൾ രണ്ടും കാറ്റഗറി നമുക്ക് തിരിച്ച് മനസ്സിലാക്കണം. ബൈബിള് അത് ചിലപ്പം എന്താ പറയാ, ഇങ്ങനെ ഒത്തിരി ഉപയോഗിച്ച് അതിന്റെ താളുകളൊക്കെ ഇങ്ങനെ തേഞ്ഞു തീർന്ന ബൈബിളൊക്കെയാന്ന് വിചാരിച്ചു. ബൈബിള് സാധാരണഗതിയിൽ അത് കളയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമ്മൾ അത്ര ഉപയോഗിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ആയി മാറിയത്. അപ്പൊ അത് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്വകാര്യ ശേഖരത്തിലെ ഒരു അമൂല്യ വസ്തുവായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പുതിയൊരു ബൈബിൾ മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ അതേസമയം ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെ ആയിപ്പോയ ഒരു ബൈബിൾ, ഉദാഹരണത്തിന് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ ചതില് നിന്നു, അല്ലെങ്കിൽ അതിൽ വെള്ളം വീണ് മുഴുവൻ കുതിർന്ന് കട്ട പിടിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അതിനകത്ത് വെള്ളം ഇറങ്ങി കട്ട പിടിച്ചു പോയി. ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തേ ഇല്ല. അതിന്റെ മഷിയെല്ലാം പടർന്നാകെ നാശമായി. അപ്പൊ എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ആദരവോട് ഡിസ്പോസ് ചെയ്യാം. ആദരവോട് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങളിൽ ഒന്ന് കത്തിച്ച് കളയുക എന്ന് പറയുന്നതാണ്. കത്തിച്ച് കളയാൻ പറ്റുന്ന വസ്തുവാണെങ്കിൽ നമുക്കതിനെ ബേൺ ചെയ്യാം. കത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ. എന്നിട്ട് അതിന്റെ ചാരം ആളുകൾ ചവിട്ടാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഒരു ധാരണയുള്ള ഒരു സ്ഥലത്ത് അതിനെ മറവ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ക്രൂപ്ലസ് ആവുന്നും വേണ്ട. നാളെ ഒരു 500 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടുന്ന് മാറിപ്പോവുകയും മറ്റാരെങ്കിലും വരികയും അവിടെ ചവിട്ടുകയൊക്കെ ചെയ്താലും ഈശോയെ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒക്കെ ഈ പെരയുടെ മൂലയിൽ ഭിത്തിയോട് ചേർത്ത് അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആരും അവിടെ വന്ന് കയറി ചവിട്ടാനൊന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അത് ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ബാധകമാണ്. ഇപ്പൊ ജപമാലയാണേലും കത്തിച്ച് കളയാവുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ, വെഞ്ചരിച്ചവയാണെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം അവയൊക്കെ നമുക്ക് ഇതുപോലെ കത്തിക്കാവുന്നതാണെങ്കിൽ കത്തിച്ച് ചാരമാക്കി ആ ചാരത്തെ നമുക്ക് ശാന്തമായി മറവിയാം. ഇനി ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവ ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കിക്കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അവിടെ ഒഴിച്ചിട്ട് അവിടെ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം മാമോസ ജലം അങ്ങനെയൊക്കെ ആണെങ്കിൽ പള്ളിയോട് തന്നെ ചേർന്ന് അതിനെ താഴത്തേക്ക് മണ്ണിലേക്ക് പോകുന്ന ഒരു പൈപ്പൊക്കെ ഇട്ടിട്ട് സാധാരണ ഡ്രെയിനേജിലേക്ക് പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് അത് ഉണ്ടാകണം. അങ്ങനെ ചെയ്യാം. ഇനി കത്തിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മെറ്റൽ റോസറി ആണെന്ന് വിചാരിച്ചു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞതുപോലെ ആരും ചവിട്ടില്ല എന്നുള്ള സ്ഥലത്ത് നമുക്ക് അതിങ്ങനെ മറവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അത് സൂക്ഷിച്ചു വെക്കാവുന്നതാണെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാവുന്നത്. നമുക്കത് മറവ് ചെയ്യാവുന്നതാണെങ്കിൽ മറവ് ചെയ്യാം, കത്തിക്കാവുന്നതാണെങ്കിൽ കത്തിക്കാം. ഇപ്പോൾ ഒരു ഓൾട്ടർ, ആ ഓൾട്ടർ നമുക്ക് പുതിയ പള്ളിയൊക്കെ പറഞ്ഞത്, അപ്പോൾ അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, സൈഡ് ഓൾട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ഒരെണ്ണമുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ബേൺ ചെയ്യുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അതിനെ ബേൺ ചെയ്തിട്ട് അങ്ങനെ മാറ്റുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വിശ്വസിച്ചിരിക്കട്ടെ. പക്ഷേ നമ്മള് ദിവ്യകാരുണ്യ ആരാധന നടത്തുമല്ലോ. അപ്പൊ ഈ 1 മണിക്കൂർ ആരാധനയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക? സാധാരണ കാണുന്നത് നമ്മുടെ യാചനകൾ മാത്രമൊക്കെ എങ്ങനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ വന്നിച്ച് നമ്മൾ 1 മണിക്കൂർ ആരാധനയിൽ അരമണിക്കൂർ ഇരുന്ന് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പറയാവുന്ന കാര്യം, ഈ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് ഒരു ഭക്താഭ്യാസമാണ്. അതുകൊണ്ട് അതിന് നിയതരൂപങ്ങളില്ല. അപ്പൊ അത് പ്രാർത്ഥിക്കാനിരിക്കുന്ന ആളുകളുടെ വിവേകത്തിനും വിവേചനാപൂർണമായ എന്താ പറയാ തീരുമാനങ്ങൾക്കും അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ
നമുക്ക് മുഴുവൻ സമയം നിശബ്ദമായിരുന്ന് ആരാധിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അങ്ങനെ ചെയ്യട്ടെ. പാട്ടുപാടി ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നവർ, തപ്പക്കൊട്ടിട്ട് പാട്ട് പാടുന്ന അവരങ്ങനെ ചെയ്യട്ടെ. ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എന്താ പറയുക, ജപങ്ങളൊക്കെ ചെല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. ഇനി യാചനകൾ പ്രാർത്ഥിക്കാൻ, മാധ്യസ്ഥ യാചനകൾ സമർപ്പിക്കാൻ, പാപമോചന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ, ആവശ്യങ്ങളൊക്കെ അർപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ആരാധനാ സമയമൊക്കെ ആണെങ്കിൽ അത് പബ്ലിക് മുഴുവനും, ഒത്തിരി വലിയ ക്രൗഡൊക്കെ ഉണ്ട്, കുർബാനയുടെ പള്ളിയിലും എല്ലാവരും ഒക്കെ വരുന്നു. അപ്പോൾ വികാരിച്ചിനോടൊക്കെ ആലോചിച്ച് കായിക സംഘവും നയിക്കുന്നവരൊക്കെ ഒരുമിച്ചിരുന്ന് അതിനെ ഒന്ന് മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ട് ക്രമപ്പെടുത്തിയിട്ട് അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാതെ അതായത് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് വെറുതെ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുന്നതും ആരാധന തന്നെയാണ്. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന വേറൊരു ചോദ്യം ഈ ജപമാല ചെല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുർബാന എഴുന്നള്ളിച്ച് ജപമാല, പല ആളുകൾക്ക് അത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. അതായത് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടാണോ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. ഇത് ഇത് സഭ ഒരു നിർദ്ദേശം ഇതുവരെ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത്. നൽകപ്പെടുവാണെങ്കിൽ അന്നേരം അതായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതുവരെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ ജപമാല എന്ന് പറയുന്നത് ഒരു മരിയോളജിക്കൽ പ്രെയർ അല്ല, അതൊരു ക്രിസ്റ്റോളജിക്കൽ പ്രെയർ ആണ്. അതായത് മിശിഹ കേന്ദ്രീകൃത പ്രാർത്ഥനയാണ് ജപമാല. എന്ന് വെച്ചാൽ മിശിഹ രഹസ്യങ്ങളാണ് ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന രഹസ്യത്തിന്മേൽ നമുക്ക് ധ്യാനിക്കാമെന്ന് പറയുന്നു. ആ ധ്യാനം വചനത്തിന്റെ പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം മാതാവിനോട് അരുൾ ചെയ്ത വാചകങ്ങൾ, നമ്മുടെ യാചന, ഈ രണ്ടും കൂടി നന്മ പറഞ്ഞു പറയും, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, ഇത് കൂട്ടി ചേർത്തിട്ട് നമ്മൾ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ധ്യാനം നിശബ്ദമായി നടത്താൻ വേണമെങ്കിൽ പകരം ഒരു ഫാമിലിയൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പറയും. എന്താണ് അതിന്റെ ഉള്ളർത്ഥം? ഉള്ളർത്ഥം ഇതാണ്: ഈ രഹസ്യങ്ങൾ ഏറ്റവും നന്നായി ധ്യാനിച്ചവൾ മറിയമാണ്. അതുകൊണ്ടാണ് ഇവൾ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവയുടെ മേൽ ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കും, അല്ലെ? അപ്പം അങ്ങനെ ഏറ്റവും ശരിയായി ധ്യാനിച്ചവൾ, ശരിയായി മനസ്സിലാക്കിയവൾ അവളാണ്. മിശിഹ രഹസ്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയവൾ അവളാണ്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഈശോ മിശിഹ നമുക്ക് തരുന്ന വലിയ ദൈവിക രഹസ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായ മിശിഹായെ നമ്മൾ നേരിട്ട് കാണുന്നു. ഈശോയുടെ ബലി, അവിടുത്തെ ഉത്ഥാനം, ഇതെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ നമ്മൾ കാണുന്നു. ഇത് നമ്മുടെ കണ്ണിന് കഴിയാവുന്നതല്ല, അത് ധ്യാന വിഷയമാണ്. ശരിക്കും ഈ ആരാധന, വിശുദ്ധ കുർബാനയുടെ ആരാധന ഒരു ധ്യാന സമയമാണ്, ധ്യാന വിഷയമാണ്. അപ്പൊ ആ ധ്യാനത്തിനകത്ത് ഈ വിഷയത്തെ ഏറ്റവും അധികം ഗാഠമായി ധ്യാനിച്ച് അറിഞ്ഞിട്ടുള്ളവളോട് ചേർന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ സമയത്ത് ജപമാല ചൊല്ലിയാലും അതൊരു കുഴപ്പമല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സഭ ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നത് വരെ ആണ് ഞാൻ ഈ പറഞ്ഞ പേഴ്സണൽ അഭിപ്രായത്തിന് വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. അച്ഛാ, അടുത്തൊരു ചോദ്യം. നമ്മള് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മളൊരു പ്രാർത്ഥന ചെല്ലും. അപ്പൊ അതിൻ്റെ അകത്ത് കർത്താവിന്റെ തിരുനാളും മറ്റു പ്രധാന തിരുനാളും ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചകൾ ഓർമ്മ തിരുനാളുകളും. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മള് അപ്പൊ ഓർമ്മ തിരുനാളുകൾ ഇതെന്ന് പറയുന്നത് അതിനൊരു നിർവചനം നമ്മുടെ ലിറ്റർജിക്കൽ കലണ്ടറിനകത്ത് കൊടുപ്പുണ്ട്. അവസാനം ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേ അതല്ലേ കറക്റ്റ് ഫോളോ ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം കണ്ടത് ഈ മെയ് 1 യേശുപിതാവിന്റെ ഓർമ്മ തിരുനാൾ എന്ന് പറഞ്ഞ ആ ഓർമ്മ തിരുനാളിന്റെ പ്രാർത്ഥനയൊക്കെയാ ചൊല്ലിയത്. അപ്പം അത് അതിൻ്റെ അകത്ത് ആ ഓർമ്മ തിരുനാളിന്റെ ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. യേശുപിതാവിന്റെ മെയ് 1 ആകെ മാർച്ച് 19 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എങ്ങനെയാ അതിനെ കാണേണ്ടത്? അത് സൂക്ഷ്മമായി ഈ പറഞ്ഞതുപോലെ ഒബ്സർവ് ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതം. ഇനി ഇതിനകത്ത് ഈ മറ്റു ഓപ്ഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തിരുനാൾ ദിവസം പോലും തിരുനാളിന്റെ വായനയും തിരുനാളിൻ്റെതല്ലാത്ത ഒരു വായനയും നൽകിയിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെ? പത്രോസ് പൗലോസ് ലേഖന്മാരുടെ തിരുനാൾ ദിവസം ആ തിരുനാളിന്റെ വായനയുണ്ടാവും, മറ്റൊരു വായനയുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? ആ ദിവസം തന്നെ തിരുനാൾ കുർബാന അല്ലാതെ കുർബാന ചെല്ലാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യതയും കൂടെയുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് മാത്രമേ ആകാവുള്ളൂ എന്ന് പറയാനും പറ്റില്ല. എന്നാൽ അതേസമയം ഇതിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് എന്നിരിക്കെ കൃത്യമായിട്ട് അത് ചെയ്യുന്നതായിരിക്കും ഉചിതമാവുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ്. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞങ്ങളുടെ പള്ളിയില് ജനാഭിമുഖ കുർബാന നടക്കുന്നുണ്ട്, ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്. ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ 3:30. അപ്പോൾ മദ്ബഹയുടെ സംവിധാനം ജനാഭിമുഖ കുർബാനയ്ക്ക് ബേമ ഉപയോഗിക്കാതെ ഏകീകൃത കുർബാനയ്ക്ക് ബേമ ഉപയോഗിച്ചാണ്. അപ്പൊ ഈ ബേമ ഇട്ടിരിക്കുന്നത് ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് മദ്ബഹയിൽ നിന്നാണ് ബൈബിൾ വായിക്കുന്നത്. അതിലെന്തെങ്കിലും അനുചിതം ഉണ്ടോ? ഈ
ഏകീകൃത കുർബാന നടക്കുന്ന സമയത്ത്? അതിനകത്ത് ഉചിതമല്ലായ്മ അത് ദേവാലയത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മധുബഹയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്നായിരിക്കില്ല, അതിനിടയ്ക്കുള്ള ഒരു സ്ഥലത്തായിരിക്കാനൊക്കെ ആയിരിക്കും സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഇടസ്ഥലം ഇല്ല. ഇല്ല. അപ്പൊ അത് ദേവാലയത്തിന്റെ ഒരു പരിമിതിയായിട്ട് കണക്കാക്കിയാൽ മതിയാവും. കഴിയുന്നതും ആ ബേമയുടെ സൈഡിൽ നിന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബേമയുടെ ബേമയുടെ സൈഡ് എന്ന് പറയുമ്പോ കാരണം പാട്ട് പാടുന്ന ആൾക്കാർ നിൽക്കുന്നത് അതിന്റെ സൈഡാണ്. ചിലപ്പോൾ വളരെ ചെറിയ പള്ളിയൊക്കെ ആയിരിക്കും അല്ലെ. എന്നാലും അതിന്റെ സൈഡിൽ അതിന് ഗായക സംഘമൊക്കെ ഇരിക്കുകയൊക്കെ ആയിരിക്കുമല്ലോ. അതിന്റെ ഒരു സൈഡിൽ നമുക്ക് വായിക്കാനുള്ള ഒരു സാധ്യത കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ചെയ്യുന്നതിൽ വായനകൾ മുകളിൽ ചെയ്യുന്നു, അത് തെറ്റെന്നതിനേക്കാൾ അത് ഉചിതമല്ല. കാരണം എന്താണ്, ഈ വചനമാകുന്ന മിശിഹ ഭൂമിയിലേക്ക് വരികയും നമ്മളെ സന്ദർശിക്കാൻ വരികയും നമ്മളോട് സംസാരിക്കുകയും ചെയ്തതാണ് ഈ ബേമയിൽ അനുസ്മരിക്കപ്പെടുന്നത്, അഥവാ പുനരവതരിപ്പിക്കപ്പെടുന്നത്, അനുഭവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമല്ല, ഭൂമിയിൽ നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് കാർമികൻ തന്നെ സുവിശേഷഗ്രന്ഥം പിടിച്ച് താഴത്തോട്ടിറങ്ങി വരുന്നത്, താഴത്തേക്ക് ഇറങ്ങിയത്. ഇത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥലമാണ്, ജനം നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് ആണ് ബേമയും ജനം നിൽക്കുന്നിടത്താണ് ഇടേണ്ടത്. അത് മറ്റൊരു തട്ടിലല്ല ശരിക്കും നടേണ്ടത്. പല പള്ളിയിലും അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അത് കുറച്ച് അച്ഛന് കാണാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ ഉദ്ദേശം കൊണ്ട് ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അത് ശരിക്കും ഉണ്ടാവേണ്ടത് ജനത്തിന്റെ മധ്യത്തിലാണ്. ഒരു ദേവാലയത്തിന്റെ നടുക്കാണ്. പണ്ട് കാലത്ത് അത് ഈസി ആയിരുന്നു, കാരണം മൈക്കൊന്നും അത്ര ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതിന് നടുക്ക് നിന്ന് ചെല്ലുമ്പോൾ എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതിന്റെ മീനിങ് അതാണ്, ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ഈശോയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മധ്യം എന്ന് പറയുമ്പോൾ അത് ഒരു ജോഗ്രഫിക്കൽ മധ്യം എന്ന് മാത്രം അർത്ഥമാക്കേണ്ടതില്ല. കുറച്ച് മുന്നോട്ട് കയറി നിന്നാലും അതിനകത്ത് ഉചിതമില്ലായ്മയൊന്നും കരുതേണ്ട കാര്യമില്ല ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എന്ന് വേണേൽ പറയാം. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് ഭൂമിയിൽ ഈശോ നമ്മളോട് സംസാരിച്ച കാര്യമാണ് എന്നാണ്, നമ്മുടെ ഭാഷയിൽ നമ്മോട് സംസാരിച്ച കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും ഉചിതമായിരിക്കുന്നത് ബേമയുടെ സൈഡിൽ നിന്നിട്ട് ജനത്തിന്റെ ഒപ്പം നിന്നിട്ട് വായിക്കുന്നതാണ്. ഈശോ സ്വീകരിക്കട്ടെ അച്ഛോ. എൻ്റെ പേര് അക്ഷയ് എന്നാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത് ക്ലാസ്സില്. അച്ഛൻ, ഞാൻ മെയിനായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ സഭയുടെ ഒരു വലിയൊരു ട്രഷറാണ് ഗ്രിഗോറിയൻ ചാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ ലാറ്റിൻ റൈറ്റ്സിലുള്ളതാണ്. അത് പക്ഷേ 1969 ശേഷവും സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിന് ശേഷവും ഉപയോഗിക്കുന്നത് ഏകദേശം 0% എത്തിയിരിക്കുകയാണ്. അപ്പോ അത് കൂടുതൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഷർ നമുക്ക് എടുക്കാനും ആയിരത്തിലോളം ആയിരം വർഷങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരുപാട് സെയിൻസും മാർപ്പാപ്പന്മാരും ചൊല്ലിയും പാടിയും കടന്നു പൊക്കൊണ്ടിരുന്ന സെന്റ് പയസ് ദി 10th സുപ്രീം മോഡൽ ഓഫ് സീക്രട്ട് മ്യൂസിക് എന്നും ഹയസ്റ്റ് ഫോം ഓഫ് ചർച്ച് മ്യൂസിക് എന്ന് വിശേഷിപ്പിച്ച ആ സാധനത്തിൽ അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നു? ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അത് ഗ്രിഗോറിയൻ ചാൻഡ്, ഒരു ലത്തീൻ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഗ്രിഗോറിയൻ ചാൻഡ് ആരാധനക്രമത്തിന്റെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു സൗന്ദര്യവും സൗരഭ്യവും നൽകുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു പ്രത്യേകത, അതിന് ഈ ഗ്രിഗോറിയൻ ചാൻഡിന് മനുഷ്യ ഹൃദയത്തെ വളരെ പെട്ടെന്ന് ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ അശ്രദ്ധമായി പോലും നിൽക്കുന്ന ഒരു ജനത്തെ, പ്രത്യേകിച്ച് ഈ ചർച്ച് ഓർഗനൊക്കെ അതുണ്ട്. ചർച്ച് ഓർഗൻ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ അത് അധികമില്ല, ഈ പൈപ്പ് ഓർഗൻസ് ഒക്കെ. അപ്പൊ അവയ്ക്ക് അത് കുറെ കൂടെ വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അവയ്ക്ക് ഭയങ്കരമായി മനുഷ്യ ഹൃദയത്തെ വളരെ പെട്ടെന്ന് ദൈവത്തിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടത്. പിന്നെ മാത്രമല്ല, അതൊരു സ്പിരിച്വൽ മ്യൂസിക് തന്നെയാണ്. അതിന്റെ എല്ലാ എലമെന്റിനകത്തും ഈ സ്പിരിച്വാലിറ്റി ഉണ്ട്, കാത്തലിക് ട്രഡീഷൻ ഉണ്ട്, ഈ പറഞ്ഞ പോലത്തെ സഭാപിതാക്കന്മാരുടെ മുതലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, വലിയ പിതാക്കന്മാരുടെ വിശുദ്ധരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉൾച്ചേർന്ന. അപ്പൊ അതുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും കാര്യമായി സംരക്ഷിക്കേണ്ടതാണ്. ഇതിന് സമാനമാണ് പൗരസ്ത്യ പാരമ്പര്യത്തിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് തൂയെ എന്ന് പറയുന്ന ട്യൂൺ, തൂയെ സിർ മലബാർ അല്ലെങ്കിൽ മലങ്കര ആളുകൾക്ക് കുറച്ചുകൂടെ പരിചയം ഉണ്ടാവുമായിരിക്കും. തൂയെ എന്ന് പറയുന്ന രീതി, അതിന്റെ സൗരഭ്യം ഭയങ്കരമാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ പൗരസ്ത്യ സൈഡിൽ നിന്നുള്ള ഒരു ആത്മീയ സംഗീതമാണ്.
വളരെ പെട്ടെന്ന് ആളുകളെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം അതിന്റെ ട്യൂണുകളെല്ലാം, ഇപ്പൊ തുയയുടെ ട്യൂണുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് മരിച്ചടക്കിന് ഉപയോഗിക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ വിടവാങ്ങുന്നേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ നിൽക്കുന്ന ആൾക്കാരുടെ അവര് വിങ്ങിപ്പൊട്ടും. എന്തുകൊണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിന് അങ്ങനെ തന്നെ ഒരു ഇതുണ്ട്. ഇനി അന്നാപെസഹ തിരുനാളിലൊക്കെ നമ്മൾ മരിച്ചവരുടെ കുർബാനിക്കുന്ന നാട്ടിൽ പല സ്ഥലത്തും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒപ്പത്തിൽ പാടാൻ പറ്റും, എല്ലാവർക്കും പാടാൻ പറ്റും. വളരെ പെട്ടെന്ന് നമ്മളെ അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ഉയർത്താൻ കഴിവുള്ള മ്യൂസിക് തന്നെയുണ്ട്. അങ്ങനെ അത് പാശ്ചാത്യ പാരമ്പര്യത്തിലുണ്ട്, പൗരസ്ത്യ പാരമ്പര്യത്തിലുണ്ട്. ഞാൻ ചോദിച്ചതിനെക്കുറിച്ച് മാത്രമാണെങ്കിലും രണ്ട് പാരമ്പര്യങ്ങളിലുമുള്ള ശ്രേഷ്ഠമായ സംഗീതത്തിന്റെ മഹത്വം, അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തേണ്ടതാണ്. അതായത് അതിനെ ഒന്നാമത്തെ ശ്രദ്ധ കൊടുക്കേണ്ടത് സഭാ അധികാരികളിൽ നിന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഗായക സംഘത്തിന് ഇതിനകത്തൊരു വലിയ റോളുണ്ട്. ഇവർ പഠിക്കാനും പാടാനും ഒക്കെ തുടങ്ങിയാൽ ഇത് പരിപോഷിക്കപ്പെടും. ഇവർ പഠിക്കാനും പാടാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ പരിപോഷിക്കും. ഇപ്പം ഒരു പള്ളിയിൽ വന്നിട്ട്, ഒരു ചെറിയ നമ്മുടെ ഒരു പള്ളിയിൽ വന്നിട്ട് അച്ഛൻ ഇവിടെ ഗിരിഗോറിഞ്ചാൻ്റെ ആലപിക്കും എന്ന് പറഞ്ഞാൽ ആടാറിന് ആരും ഇല്ലെങ്കിൽ അത് നടക്കുകയില്ല. അപ്പം പക്ഷേ അച്ഛന് വേണമെങ്കിൽ കുറച്ച് പേരെ പഠിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധ്യതകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഒരു മൊബൈലെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഇഷ്ടം പോലെ നമുക്കറിയാം. ഇനി ബേസിക് ആയിട്ട് പ്രത്യേകിച്ച് കുറഞ്ഞ വർഷം ഈ സ്വർഗസ്വനായ പിതാവെ പോലത്തെയോ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ചാൻറ്റുകളൊക്കെ എങ്കിലും ശീലിപ്പിക്കാനൊക്കെ പറ്റിയാൽ പോലും ആളുകൾക്ക് പതുക്കെ അതിനോടുള്ള ആസ്വാദ്യതയൊക്കെ വരാൻ എളുപ്പമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒന്നച്ഛന്മാരും മെത്രന്മാരും പിതാക്കന്മാരൊക്കെ നോക്കണം. രണ്ട് ഗായക സംഘത്തിന് വലിയ റോളുണ്ട്. മൂന്നാമത്തത് നമുക്ക് വലിയ റോളുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അത് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രദ്ധിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല. ഒരു പള്ളിയിൽ നന്നായി തുടങ്ങിയാൽ ഇപ്പം എന്നോട് ചോദിച്ച ആളുടെ പള്ളിയിൽ നന്നായിട്ട് നടക്കുമെന്ന് വിചാരിച്ചു. സ്വാഭാവികമായി ഇവിടെ പാടാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വരുന്ന ആൾക്കാർ അവരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ അങ്ങനെയുണ്ടല്ലോ, നമുക്കും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിരിക്കും. അല്ല ഇവിടെ നിന്നുണ്ടാകുന്ന ഗായക സംഘമൊക്കെ ചിലപ്പോൾ അവിടെ ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ അവിടെ അപ്പൊ അങ്ങനെ പതുക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ മോഡേൺ ആയിട്ടുള്ള മ്യൂസിക്കുകളെക്കാൾ എപ്പോഴും, അതിപ്പോ കുട്ടികൾക്കാണെങ്കിൽ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന പിള്ളേർക്ക് മാത്രം പോലും അവരുടെ ആത്മാവിനെ എപ്പോഴും ആകർഷിക്കുന്നത് ഈ ഒരു പാരമ്പര്യം കൊണ്ട് ആത്മീയ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഒരു ട്രഡീഷനെയാണ്. അതിന്റെ ഡെപ്ത് ഒന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലൊരു പാട്ടൊക്കെ വന്നേക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, എത്രയോ നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ മലയാളത്തിൽ, ഭക്തിഗാനങ്ങൾ ഇറങ്ങിയിട്ടില്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ, മോശമൊന്നുമല്ല, വളരെ നല്ല പാട്ടുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അന്നതൊരു ഭയങ്കര ഹിറ്റ്. പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. മനോഹരമായ പാട്ടുകൾ, വളരെ നല്ല പാട്ടുകൾ. പക്ഷേ ഇങ്ങനത്തെ ഗാനങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാലത്തിന്റെ ഗതിയിൽ ഇല്ലാതായി പോകത്തില്ല. അവ പലപ്പോഴും കാലാതീതമാണ്. അതുകൊണ്ട് കാലാതീതമായതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവയെയും പ്രോത്സാഹിപ്പിക്കണം. എല്ലാ കാലഘട്ടത്തിലും പാട്ടുകൾ എഴുന്നേരൊക്കെ ഉണ്ടാവുകയും പാടുകയൊക്കെ ചെയ്യുന്നതല്ല. പക്ഷെ അവരെ കുറച്ച് തിയോളജിയൊക്കെ പഠിപ്പിച്ച് കുറച്ച് തിയോളജിക്കലായിട്ട് പാടാൻ ഇപ്പം എഴുതുന്നവരാണെങ്കിൽ പോലും അത് എഴുതുന്ന സമയത്ത് കുറച്ചൊരു തിയോളജിക്കൽ എക്സ്പെർട്ടൈസിന്റെ സഹായമൊക്കെ തേടിക്കൊണ്ട് അത് എഴുതുകയൊക്കെ ചെയ്താൽ ഇത് ഓക്കെയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അത്രയേ ഉള്ളൂ. ഇതിനെ പരിപോഷിപ്പിക്കാൻ നമുക്ക് നല്ല കടമയുണ്ട്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഒരു ചെറിയ സംശയമാണ്. ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തെ കുറിച്ചാണ് സഭ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ. പാപത്തെ വെറുത്തുപേക്ഷിച്ച് നല്ല കുംസാരം നടത്തി കുർബാന കൈക്കൊണ്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം നേടിയിട്ട് മരിച്ചു പോയാൽ അപ്പൊ തന്നെ സ്വർഗത്തിൽ പോകുമല്ലോ, ശുദ്ധീകരണ സ്ഥലത്ത് പോവാതെ. അപ്പോ അതുപോലെ ഒരു ദണ്ഡവിമോചനം നമ്മുടെ മരിച്ചുപോയ ആരെങ്കിലും ഒരു പ്രിയപ്പെട്ട ആൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെങ്ങാനും ആണെങ്കിൽ നേടിക്കൊടുത്ത അപ്പൊ തന്നെ സ്വർഗത്തിൽ പോവോ? ഈ ചോദ്യത്തിന്റെ സെന്ററിൽ കിടക്കുന്നത് ഈ അപ്പോൾ തന്നെ എന്നുള്ള ചോദ്യമാണ് അല്ലെ? അതെ അതെ അതെ. അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആൾക്ക് ഒരെണ്ണം മതിയോ ഒരാൾക്ക്? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്നാമത്തത്, ഈ അപ്പോൾ തന്നെ എന്ന് പറയുന്നത് ഒരു ടൈം റിലേറ്റഡ് വാക്കാണ്. ടൈം റിലേറ്റഡ് ആണ്. അത് ഇപ്പോഴാണോ അപ്പോഴാണോ വർഷങ്ങൾ കഴിഞ്ഞ് പോവുകയുള്ളൂ, മുൻപ് പോകുമോ എന്ന ചോദ്യമൊക്കെയാണ്. ഈ സമയം എന്ന് പറയുന്ന കാര്യം ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. ഈ ഭൂമിയിൽക്കപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലത്തിലായാലും നരകത്തിലായാലും സ്വർഗത്തിലായാലും എറ്റേണിറ്റി ആണുള്ളത്, നിത്യതയാണുള്ളത്. അവിടെ അപ്പോഴൊന്നും ഇപ്പോഴൊന്നും പിന്നീടൊന്നും ഇല്ല. എപ്പോഴും ഇപ്പോൾ തന്നെയാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായിരിക്കുന്ന ദൈവം
ഇപ്പോൾ എന്നതിലാണ് വസിക്കുന്നത്. അതായത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ യുണൈറ്റഡ് ഇൻ ദ പ്രസന്റ്, അങ്ങനെയാണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴെന്ന് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ടേംസിൽ പറയാൻ പറ്റില്ല. ഇനി രണ്ടാമത് ഒരെണ്ണം മതിയോ എന്ന് നമുക്ക് തീർത്തങ്ങനെ പറയാൻ പറ്റും. നമുക്ക് പറയാവുന്നത് എന്താണ്? അതായത് മരിച്ച ഒരാൾക്ക് വേണ്ടി നമ്മൾ ദണ്ഡവിമോചനം പ്രാപിക്കുമ്പോൾ അതിനകത്ത് വേറെ കുറെ കണ്ടീഷൻസ് കൂടെ ഉണ്ട്. ഈ സ്വീകരിക്കുന്ന ഈ ദണ്ഡവിമോചനം ഞാൻ ആർക്ക് വേണ്ടിയാണോ അർപ്പിക്കുന്നത്, അയാൾ ഇത് സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഉള്ളത്? അതായത് ആ ആളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സഹായിക്കാൻ ആർക്കും പറ്റും, സഹായം സ്വീകരിക്കുന്ന ആളാണോ, സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണോ അദ്ദേഹം പോയിട്ടുള്ളത്, ശുദ്ധീകരണാവസ്ഥയിലാണോ എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് പരിഗണനാ വിഷയമാകുന്നത്. ഇവയെക്കുറിച്ച് സത്യത്തിൽ നമുക്ക് അറിവില്ല എന്നാണ് നമുക്ക് പറയാം. നമുക്കറിവില്ല. ഇനി പൂർണ്ണ ദണ്ഡവിമോചനമാണെങ്കിൽ സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പൂർണ്ണമായ അറിവോടും ബോധ്യത്തോടും കൂടെ ആ ദണ്ഡവിമോചനം സ്വീകരിക്കുമ്പം ആ ആളെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പാണ് അയാൾ അപ്പോൾ തന്നെ മരിച്ചാൽ ഉറപ്പായും നേരെ സ്വർഗത്തിൽ പോകും. പാപമോചനം സ്വീകരിച്ചു, ദണ്ഡവിമോചനവും സ്വീകരിച്ചെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ ശുദ്ധീകരണ സ്ഥലം ഉണ്ടാവില്ല. പൂർണ്ണ ദണ്ഡവിമോചനമാണെങ്കിൽ അത് ശുദ്ധീകരണ സ്ഥലം ഉണ്ടാവില്ല. അതേസമയം മരിച്ച ആളുകളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ പറ്റൂ. സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്നത് പൂർണ്ണ ദണ്ഡവിമോചന സഭ മരിച്ച ഒരാൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന വിധത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ ആ ആത്മാവിന് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ്. ഇനി അതിന്റെ സമയകാലങ്ങൾ അവിടെ ഇല്ല, സമയകാലങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊന്നുകൂടെ കൂടി സ്വീകരിക്കേണ്ട അതേ ഉദ്ദേശത്തിൽ അതേ ആൾക്ക് വേണ്ടി മറ്റൊരു പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാത്ത ഒരു അവസരത്തെ നമ്മൾ നിഷേധിക്കണമെന്നുമില്ല. ഇത് കുറച്ചുകൂടെ സൂപ്പർ നാച്ചുറൽ വിഷയങ്ങളാണ്, നമ്മൾ കരുതുന്ന പോലെ മാത്തമാറ്റിക്കലായിരിക്കില്ല എന്നതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയാവുന്നത്. ഭൂമിയിലെ ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അത് അസർട്ടീവാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ തിരുക്കല്ലറയുടെ സാദൃശ്യം ആയ ബലിപീഠത്തിൻ്റെ ആയിട്ട് നമ്മൾ കാണുന്നതിന് അവിടെ ചിത്രപ്പണിയായിട്ട് വരുന്നത് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അതാണോ അതോ തിരുക്കല്ലറയുടേതായ ചിത്രമാണോ രേഖപ്പെടുത്തേണ്ടത്? അൾത്താരയുടെ ഭാഗത്തായിട്ട് ഈ അൾത്താരയിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു ചിത്രങ്ങളും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് അൾത്താര മേശയാണ്. അതുകൊണ്ട് അതിന്റെ മേൽ കവർ ചെയ്യുന്ന ഒരു വിരിയിടുന്ന പാരമ്പര്യമാണ് പൗരസ്ത്യ സഭകൾക്ക് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മലങ്കര പള്ളികളിലോ ഒക്കെ ചെന്നാൽ നിങ്ങളത് കൃത്യമായിട്ടത് കാണും. അങ്ങനെ മുഴുവൻ മൂടിയിരിക്കുന്ന ചില നിറങ്ങളോ ചില ചിത്രപ്പണികളോ മാത്രമുള്ള വിരി കൊണ്ട് ബലിപീഠത്തെ മൂടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, സാധാരണഗതി ചെയ്യുന്നത്. ഇനി അതിൽ ചിത്രപ്പണികൾ ചെയ്തുകൂടാ എന്നില്ല, ചിത്രപ്പണികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി ചെയ്യുമ്പം ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രതീകങ്ങൾ അവിടെ വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചെയ്യാറുള്ളത്, പല സ്ഥലങ്ങളും ചെയ്യാറുള്ളത് ഈ അന്ത്യാത്താഴത്തിന്റെ ചിത്രം വെക്കുക എന്നുള്ളതാണ്. അത് വളരെ പെരിഫറലായിട്ട് അത് ശരിയാണ്. പെരിഫറലായിട്ട് എന്ന് വെച്ചാൽ ഈശോ കുർബാന സ്ഥാപിച്ച ആ കോണ്ടെക്സ്റ്റിനെ അവിടെ ചിത്രീകരിക്കുന്നു. അതിന് നമുക്ക് അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതാണോ പൂർണ്ണം എന്ന് ചോദിച്ചാൽ അതത്ര പൂർണ്ണമല്ല എന്ന് പറയണം. ഇനി മറ്റൊന്ന് അവിടുത്തെ കല്ലറ, അതായത് ഈശോയുടെ ചില അൾത്താരകൾ നിങ്ങൾ അങ്ങനെ കാണും, ഈശോയെ അടക്കിയിരിക്കുന്ന രൂപം ഉണ്ടാക്കി കല്ലറ മീൻസ് അൾത്താരയുടെ അടിയിൽ വെക്കുകയോ അല്ലെങ്കിൽ അത് വരച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ഈശോ മരിച്ച് കിടക്കുന്ന സ്റ്റാച്യു രൂപം അതിനകത്തൊരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അൾത്താരയുടെ അടിയിൽ വെക്കുന്ന രീതികൾ കാണാറുണ്ട്. അതും അത്ര ഉചിതമല്ല. അപ്പൊ ഇതിനൊക്കെ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അഭൗമിക രഹസ്യത്തെ അവതരിപ്പിക്കുന്ന സ്ഥലമാണ് എന്നുള്ള കാര്യം കൂടി അതിനകത്തുണ്ട്. പിന്നെ മറുവശത്ത് വേറൊരു സാധ്യത ഉള്ളത്, ഇത് മിശിഹായും ശ്ലീഹന്മാരും കൂടിയുള്ള ഒരു കാര്യമാണ്. സഭയെ തന്നെ പ്രതിനിധീകരിക്കും ഈ അൾത്താര. അത് അവിടുത്തെ ബലിയുടേതാണ് എന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ സാധ്യമാണെങ്കിൽ അത് കുറച്ചുകൂടി ഉചിതമായിരിക്കും. സ്ലീഹന്മാരുടെ സംഘം, മിശിഹ, സ്വർഗീയ രഹസ്യം, ബലിയർപ്പണം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കാൻ പറ്റുന്നവ ഉണ്ടെങ്കിൽ ഉചിതമായിരിക്കും. അപ്പം അത് ഓരോന്നും അത് എങ്ങനെ വെക്കുന്നു, ഏത് വിധത്തിൽ വെക്കുന്നു എന്നതൊക്കെയാണ് പറയാവുന്നത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട് എന്നും കൂടെ പറയാം. രണ്ട് കാര്യമാണ്. ഒരെണ്ണം, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെന്ന് ഉള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിനെന്ന് ചൊല്ലി കേൾക്കുന്നുണ്ട്.
അങ്ങനെ ചെല്ലാവോ? അതൊരു സുഹൃത പിന്നെ ജപമാണ്. രണ്ടാമത്തത് അതൊരു സുഹൃത ജപമാണ്. നമുക്കത് ഏത് വിധത്തിൽ ചെല്ലിയാലും പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തത് ഈ ലത്തീൻ കുർബാനയില് അതിന്റെ ഫോർമാറ്റിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഓരോന്നിന്റെ സമയത്ത് ഇങ്ങനെ കമന്ററി പറഞ്ഞ് ചെല്ലുക, അങ്ങനെ ചെയ്യുന്നത് അലൗഡ് ആണോ? ഇപ്പൊ അങ്ങനെ അറിയിപ്പുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അതിന്റെ അകത്ത് ഇൻസേർട്ട് അങ്ങനെ ചെയ്യേണ്ട, ചെയ്യുന്നത് അതല്ലാതെ എല്ലാത്തിനും ഉചിതമല്ല. കമന്ററി. അതേസമയം ചില ആരാധനാക്രമങ്ങൾ, ഉദാഹരണത്തിന് തിരുപ്പട്ടം കൂദാശ പരികർമ്മം ചെയ്യുമ്പം ഒരു ഒരു ശുശ്രൂഷി അതിനകത്ത് നടക്കുന്നത് എന്തൊക്കെയെന്ന് ജനത്തെ അറിയിക്കുന്നത് ഒരു രീതിയുണ്ട്. MC അറിയിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെയാണ്. പക്ഷെ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് അത് ചെയ്യേണ്ടതില്ല എന്നാണ് പറയാവുന്നത്. ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്യുന്ന ഉചിതമല്ല. എന്ന് വെച്ചാൽ അതെന്താ ചെയ്യാവുന്നത്? അത് ആ സമൂഹത്തെ നേരത്തെ പഠിപ്പിക്കുക എന്നുള്ളത്. കുർബാന നമ്മൾ എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് നേരത്തെ പഠിപ്പിച്ചൊരുക്കാം അവരെ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ കുർബാന കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ പല സാധ്യതകളുള്ളത്. ഇപ്പം നമ്മൾ ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയേണ്ട ഒരു കോണ്ടെക്സ്റ്റ് വരാവുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ആ പുതുതായി വിശ്വാസത്തിലേക്ക് വന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കോണ്ടെക്സ്റ്റോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ മെത്രാന്റെ അനുവാദത്തോടെ, പിതാവിന്റെ അനുവാദത്തോടെ അങ്ങനെ ചെയ്യുന്നതിനെ പിതാവ് അനുവദിക്കുന്നെങ്കിൽ അതിനെ തെറ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷെ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്ററികൾ പറഞ്ഞ് ആളുകൾക്ക് ആഹ്വാനങ്ങൾ കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അച്ഛനത് ബലിയർപ്പിച്ചാൽ മതി, ജനത്തിനത് സ്വീകരിക്കാൻ പറ്റും. എല്ലാ കുർബാനയ്ക്കും വന്നിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ലോച്ച, ഒരുപാട് നന്ദിയുണ്ട് ക്ലാസ്സിന്. അതുപോലെ തന്നെ പ്രവാചക ശബ്ദത്തോട് ഒരുപാട് നന്ദിയുണ്ട്. രണ്ട് ചെറിയ ചോദ്യമാണ്. ഒന്ന്, സ്വർഗസ്നായ പിതാവേ എന്ന് നമ്മൾ കുർബാനയിൽ ചൊല്ലുമ്പം കൈ വിരിച്ച് ചൊല്ലുന്നത് ഉണ്ട്. അതുപോലെ തന്നെ കൈ ഒരു ജസ്റ്റേഴ്സും കാണിക്കാതെ ചൊല്ലുന്ന രീതികളുണ്ട്. സിറമലബാർക്കണത്തില്ലേ പറയണേ? അല്ല, സോറി, ലാറ്റിൻ റൈറ്റിലാണ് ഞാൻ പറയണേ. അപ്പൊ അതിനകത്ത് ശരിയും തെറ്റും ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. കുർബാനക്രമത്തിനകത്ത് എന്ത് ചെയ്യണമെന്നാണ്. ഇനി ക്രമത്തിനകത്ത് തന്നെ രണ്ടു തരം കൈവിരിച്ച് പിടിക്കലുകളൊക്കെ ഉണ്ട്. കാർമികന്റെ ഭാഗത്താണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നത്. അപ്പൊ അതിന് ഓരോന്നും മുട്ട എവിടെ വരണമെന്ന് പോലും നിർദ്ദേശം ഈ ലത്തീൻ കുർബാനയുടെ മാസിന്റെ ക്രമത്തിനകത്തുണ്ട്. അതിനകത്ത് എന്ത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട്. ഗുഡ് ഈവനിങ് ഫാദർ. ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയിലെ കോൺസെൻട്രേഷന് ശേഷം ചില വൈദികര് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയായിട്ട് പറയുന്നു. ചിലപ്പോൾ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ക്രമത്തിലാണോ? ലാറ്റിൻ ക്രമത്തിലും, പ്രത്യേകിച്ച് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ഇത് കണ്ടിരിക്കുന്നത്. ലാറ്റിൻ ക്രമത്തിലും സിറോ മലബാർ ക്രമത്തിലും കോൺസെൻട്രേഷന് ശേഷം ഇങ്ങനെ ഭക്തിനിർഭരമായ ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നു. പിന്നെ ചില വിശുദ്ധ കുർബാനയില് 4 റീഡിങ്സ്, വീക്ക് ഡേയ്സിലെ 4 റീഡിങ്സ് ഉണ്ടാവും. ചിലപ്പോഴത് 2 റീഡിങ്സേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയില് കൾച്ചേഴ്സും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വിശുദ്ധ കുർബാന. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ്. കുർബാനയുടെ ടെക്സ്റ്റിനകത്തില്ലാത്ത, അതായത് സഭ അംഗീകരിച്ച് നൽകിയിരിക്കുന്ന കുർബാന ക്രമത്തിൽ അതിനകത്ത് ഇല്ലാത്ത ഒരു പ്രാർത്ഥനയും അച്ഛനോ ജനങ്ങളോ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അത് ഭക്തിയുടെ ഭാഗമൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഭക്തി വന്നു, അതുകൊണ്ട് ഞാൻ 2 പാട്ടൊക്കെ പാട്ടതിന് ബാക്കി കുർബാനയല്ല എന്ന് പറയുന്നതിന് അത് കഥയൊന്നുമില്ല. അതാണത്. ഇനി രണ്ടാമത്തെ സാംസ്കാരിക അനുരൂപണത്തിന്റെ കാര്യമാണ്. അതായത് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ ഉൾച്ചേർക്കുന്ന കുർബാനക്രമത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഞാൻ സാംസ്കാരിക അനുരൂപണത്തിന്റെ സമയത്ത് കുറച്ച് വിശദമായി പറയാൻ ഇരിക്കുന്നുണ്ട്. നേരം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒറ്റ വാക്കി പറയാവുന്ന അല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതൊരു വാക്കി പറയാവുന്ന കാര്യമില്ല, ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. സാംസ്കാരിക അനുരൂപണം സഭയിൽ ഉണ്ട്, എന്നാൽ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഉദാഹരണത്തിന് നമ്മുടെ പഴയ ദേവാലയങ്ങൾ പോലും ക്ഷേത്രകലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമുക്ക് നിലവിളക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ പള്ളിക്കകത്ത് വന്നത് എങ്ങനെയാണ്? കൊടിമരമൊക്കെ അനുവദനീയമാണോ? അപ്പൊ അതൊക്കെ വലിയ തിന്മയാണോ? ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ സാംസ്കാരിക, ഇനി ചിലര് അങ്ങനെയാണെങ്കിൽ ഈ എന്താ പറയാ, ചില മറ്റു മതങ്ങളുടെ ഇടയ്ക്കുള്ള ചില ആചാരങ്ങൾ അത് സാംസ്കാരികമാണ്. ഇപ്പൊ എന്താണ് സംസ്കാരം, എന്താണ് ഈ അനുരൂപണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ സഭ ഉദ്ദേശിക്കുന്നത് എന്ന് കുറച്ച് വിശദമായി പറയേണ്ട വിഷയമാണ്. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അതിലേക്ക് വരും. നമുക്ക് അത് ഈ ഡോക്യുമെന്റ് തന്നെ, കൗൺസിൽ ഡോക്യുമെന്റ് തന്നെ ഈ സാംസ്കാരിക അനുരൂപണത്തിന് കുറെ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമുക്ക് പറയുമ്പോൾ പറയാം. പിന്നെ 4 റീഡിങ്സ്, വീക്ക് ഡേയ്സിലെ ചില വൈദികര് 4 റീഡിങ്സ് എടുക്കും, ചിലര് 2 റീഡിങ്സേ ഉണ്ടാവുള്ളൂ. അത് എത്ര റീഡിംഗ് ആണോ നൽകിയിരിക്കുക ഓപ്ഷൻ ഉള്ളത്, അവർ അതനുസരിച്ച് ചെയ്യാം. ഓപ്ഷൻ അനുസരിച്ച് ചെയ്യാം.
അച്ഛൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്, ആദ്യമായിട്ടാണ് വന്നത്. അച്ഛൻ എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ ഈ ശരീരങ്ങളുടെ ഉയർപ്പിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഓർമ്മകളുടെ ഉയർപ്പും കൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ അന്ത്യവിധിയിൽ. അപ്പോ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവരുടെ എന്താ പറയുക, ഓർമ്മകൾ എങ്ങനെയായിരിക്കും? ഈ ഓർമ്മകളുടെ ഉയർപ്പ് അവസാനമാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ശുദ്ധീകരണം ഏത് മേഖലയിലാണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകും? അവർക്ക് ബോധ്യം ഉണ്ടാവും. ബോധ്യം ഉണ്ടെങ്കിലേ അവരുടെ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ. അവരറിയാതെ അവർ ശുദ്ധീകരിക്കുമല്ലോ. അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ്. അപ്പോ ഈ ഓർമ്മകളുടെ ഉയർപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരങ്ങളുടെ ഉയർപ്പ്, അല്ലെങ്കിൽ അവസാന വിധിയിലാണെങ്കിൽ പിന്നെ അതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഓർമ്മകളെ അസസ് ചെയ്യാൻ പറ്റുന്നത്? അവിടുത്തെ ഓർമ്മ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സെല്ലുകളിൽ ഇരിക്കുന്ന ഓർമ്മയല്ല. അതാണ് അതിന്റെ പ്രശ്നം. അതായത് നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിൻ സെൽസ് ആണ് നമുക്ക് ഓർമ്മ തരുന്നത്. ഈ പുതിയ ഓർമ്മ എന്ന് പറയുന്നത് അതൊരു തരം സെൽഫ് അവയർനെസ് ആണ്. അതൊരു സൂപ്പർ നാച്ചുറൽ എക്സിസ്റ്റൻഷ്യൽ. അതാണ് ഈ ആത്മാവബോധം എന്ന്. ആത്മാവബോധം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ കുറിച്ചുള്ള അറിവ് തന്നെ. അത് തന്നെയാണ് കാര്യം. ഒരാൾക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള അറിവ്. അതായത് ആത്മാവ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാവിന് ഈ ആത്മാവബോധത്തിന്റെ അർത്ഥം ആത്മാവിന്റെ അവബോധം എന്നല്ല, ആത്മത്തിന്റെ അവബോധം എന്നാണ്. രണ്ടാണ്. മലയാളത്തിൽ രണ്ടാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ മറ്റേത്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റില് ആത്മത്തിനും ആത്മാവിനും ഈ അവബോധം ഉണ്ട്. ആയിരിക്കട്ടെ. എനിക്ക് അച്ഛൻ ഈ ബൈബിൾ ദിക്കാദിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനെ കുറിച്ച് അത് കുറെ ബൈബിൾസ് ഉണ്ടല്ലോ, പബ്ലിക്കേഷനെ കുറിച്ച്. അപ്പൊ പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്നല്ലാത്ത ബൈബിള്, വിവർത്തനം, മറ്റുള്ള വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ഓഫ് ദ പീപ്പിൾ. ആക്ച്വലി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ദൈവിക ജ്ഞാനം എന്ന്, ഓഫ് കോഴ്സ് അത് ഞാൻ റെസ്പെക്ട് ചെയ്തിട്ട് പറയുവാണ്, അദ്ദേഹം എവിടെയൊക്കെയോ ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഇരിക്കുന്നതായിട്ട് ദർശനത്തിൽ കണ്ടു. അവിടെ ചെന്നപ്പോ അതിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതോട് തത്തുല്യമായിട്ടുള്ള ഒരു സംഭവം ദുബായ് പള്ളിയിൽ അന്ന് എന്താ പറയാ, ഈസിന്റെ മെമ്മറി, ഈശോയുടെ അടുത്ത് ഇരിക്കുന്ന ഡാനിയൽ അച്ഛൻ, അന്നത്തെ വികാരിയായിരുന്നു. അന്ന് ബ്രദർ ബെന്നി ഹിൻ ഇവിടെ വന്നിരുന്നു. അപ്പോ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഹിം, ഓഫ് കോഴ്സ് ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് അച്ഛൻ കർശനമായിട്ട് വിലക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നുള്ളത് ശരി. പക്ഷെ അത് ആത്മീയമായിട്ട് അല്ലെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ ചെന്ന് പ്രാർത്ഥന സംബന്ധിക്കുന്നത് തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്തുമാത്രം അതിനെ ഇതുണ്ട്. അതുപോലെ ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നമ്മുടെ കയ്യിലിരുന്നാൽ അത് എന്തുമാത്രം സിനിമയുടെ സ്വാധീനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും. കാരണം ആ ഒരു ദർശനത്തിൽ കണ്ട വ്യക്തി അത് കണ്ടെടുത്ത് അത് നശിപ്പിക്കാനായിട്ട് നിർദ്ദേശം തന്നെങ്കിൽ അത് അദ്ദേഹത്തിന് ദർശനം. പ്രൊട്ടസ്റ്റന്റ് ബൈബിളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ ട്രാൻസ്ലേഷനകത്തുള്ള ഇന്റർപ്രിട്ടേഷൻ പ്രശ്നമാണ്. ഇന്റർപ്രിട്ടേറ്റീവ് ട്രാൻസ്ലേഷൻസ് ആണ് എല്ലാ ട്രാൻസ്ലേഷനും. മനസ്സിലായോ? അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ അല്പം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു വാചകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പം ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഈ അവനത് ഒരിക്കലും വേണ്ടാന്ന് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ തൽക്കാലം വേണ്ടെന്നാ പറഞ്ഞതെന്ന് എന്ന മട്ടിലൊക്കെ നമുക്ക് സോഫ്റ്റ് ആക്കിയും ഹാർഡായിട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഈ പറഞ്ഞ പോലത്തെ വ്യതിയാനങ്ങൾ വരുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചൈതന്യത്തെ, അർത്ഥത്തെ കൈമാറുന്നതിനകത്ത് അതിനകത്ത് കുഴപ്പമുണ്ടാകും. രണ്ട്, ചില പുസ്തകങ്ങൾ ബോധപൂർവം എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ നമുക്ക് കൈവയ്ക്കാൻ അധികാരമില്ല. വിശുദ്ധ ഗ്രന്ഥം ആദിമസഭ മുതൽ നൽകപ്പെട്ടിരിക്കുന്ന, ഉപയോഗിച്ചു വന്ന സഭയുടെ കൗൺസിലുകൾ ഇതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ബൈബിളിനെ മാത്രമേ ബൈബിളായി കണക്കാക്കാൻ പറ്റൂ. ഇനി അത് സഭയുടേതായിരിക്കുമ്പോഴേ അങ്ങനെ ആക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥമെന്ന് വിളിക്കണമെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ 72 പുസ്തകം ഉണ്ടാവണം. അത് ദൈവം സഭയ്ക്ക് ഏൽപ്പിച്ചതുപോലെ തന്നെ ഇരിക്കുകയും വേണം. ഇനി മറുവശത്ത് ബൈബിൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തെ നമ്മൾ നിന്ദിക്കുകയോ കത്തിച്ചു കളയോ അതിനകത്ത് മുഴുവൻ പിശാചാണെന്ന് പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊത്തിരി തിന്മ കൊണ്ടുവരാം. അതൊത്തിരി വിശ്വാസ ജീവിതത്തിനകത്ത് അത് ഉപയോഗിച്ച് പ്രഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾക്കകത്ത് തിന്മ കൊണ്ടുവരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്, അത് വായിക്കാനും അത് ഉപയോഗിക്കാനും പോകാതിരിക്കുക എന്നുള്ളതാണ് ശരിയായ കാര്യം. ഇനി അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കകത്ത് പോകാമോ പ്രാർത്ഥിക്കാവോ എന്നുള്ളതാണ്. പോകാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറെ കാരണങ്ങളുണ്ട്. ഈ പ്രാർത്ഥനാ വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ ഈശോയിലുള്ള ഒരു കൂട്ടല്ല.
പകരം അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോ മിശിഹ തന്നെ ഹാൻഡ് ഓവർ ചെയ്തത് തിരുസഭയ്ക്കാണ്. ആ തിരുസഭയിലാണ് ഈശോ നിലനിൽക്കുന്നത്. അവിടുന്ന് വസിക്കുന്നതും അവിടുന്ന് പഠിപ്പിക്കുന്നതും അവിടുന്ന് തന്നെ നൽകുന്നതും ആ തിരുസഭയ്ക്കകത്താണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് അർത്ഥമുണ്ടാകുന്നത് തിരുസഭയ്ക്ക് അകത്തായിരിക്കുമ്പോഴാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേൾക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ്, ബൈബിൾ തെറ്റിദ്ധാരണകൾ. അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിനകത്താണ് ദൈവവചനം എന്നല്ല പറയേണ്ടത്, തിരുസഭയ്ക്കകത്താണ് ദൈവവചനം. തിരുസഭയ്ക്കകത്തുള്ള അകത്ത് ആണ് ഈ വചനം, അതാണ് ഈശോയാണ് വചനം. ആ വചനത്തിന്റെ ലിഖിതരൂപം മാത്രമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ അതുകൊണ്ട് ബൈബിൾ മാത്രം എടുത്ത് പുറത്തു പോകുന്ന ഒരാളുടെ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് മാറുന്നത് സഭയാണ്, അഥവാ വചനത്തെ തന്നെയാണ്, ദ വേർഡിനെയാണ് ഉപേക്ഷിക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുക, എന്തുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് പോയത്? അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എടുത്തിട്ട് പോയത്. എന്തിനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? തിരുസഭയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, സഭയുടെ പാരമ്പര്യത്തെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, സഭയുടെ കൂദാശകളെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, തിരുസഭയിൽ ഈശോ സ്ഥാപിച്ച പൗരോഹിത്യത്തെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എതിർക്കുന്നതുകൊണ്ടാണ് അവർ പ്രൊട്ടസ്റ്റന്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് ഈശോ സ്ഥാപിച്ച കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. മനസ്സിലായോ? ഇനി അതുകൊണ്ട് തന്നെ അതൊരു അനുചിതമായ പ്രവൃത്തിയാണ്. അതൊരിക്കലും ദൈവത്തിന് സ്വീകാര്യമാവത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതിനെ മറ്റൊരർത്ഥത്തിൽ കാണുകയും ചെയ്യും. മനസ്സിലായോ? പക്ഷെ അപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കാത്ത വിധം അതിന് ഈ മിഷൻ കോണ്ടെക്സ്റ്റിലൊക്കെ ചിലപ്പോൾ ഉണ്ടല്ലോ, ഈ പാസ്റ്റർമാരും ഒക്കെ ഒരുമിച്ച് വന്നിട്ട് ഒരുമിച്ച് ഒരു പ്രയർ സെഷനോ അങ്ങനെ സാധനങ്ങൾ നടത്തുമോ, അങ്ങനെ ചിലപ്പോൾ അവർ അങ്ങോട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനുള്ള സൂക്ഷ്മത അജപാലർക്ക് നന്നായിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനെ നമ്മൾ ബൈബിൾ ബെഞ്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനെ നമ്മൾ അതുപോലെ ഒരു പുസ്തകം എന്നതിനേക്കാൾ അധികമായിട്ട് അതിനെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥമുണ്ടോ? ഒരു പരിധി വരെ. അതായത് വിശുദ്ധ ഗ്രന്ഥമായിരിക്കുന്നത് അത് ഭരമേൽപ്പിച്ചിരിക്കുന്ന സഭ നൽകുമ്പോഴാണ്. അതിന് പുറത്തെടുത്തോണ്ട് പോകുന്ന ഒരു സമയത്ത് ആ ബുക്ക് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ റെഫറൻസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതിനെ ദൈവവചനമെന്ന് വിളിക്കുന്നതിനകത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള പരിമിതിയുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, അത് സഭ പഠിപ്പിക്കും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ഓഫ് എ ബുക്ക് എന്ന് പഠിപ്പിക്കും. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ഓഫ് എ ബുക്ക്. ഒരു പുസ്തകം അതിനകത്ത് എഴുതിയേക്കുന്നത് എന്ത് എന്നതല്ല, സഭയുടെ ജീവിതമാണ് വിശുദ്ധഗ്രന്ഥമായി രേഖപ്പെടുത്തിയത്. അതിനെ എടുത്ത് അതിന് പുറത്തു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പരിമിതി ഗൗരവമുള്ള പരിമിതിയാണ്, ലിമിറ്റേഷനാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പിശാച് ബാധിക്കുന്നൊന്നുമില്ല. പക്ഷേ വിശ്വാസ വളർച്ചയ്ക്കും വിശ്വാസ ജീവിതത്തിനും വിശുദ്ധ ഗ്രന്ഥം തന്നെ തടസ്സം നിൽക്കും. അതിനെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ പറ്റത്തുമില്ല. കാരണം അത് പ്രൊട്ടസ്റ്റന്റ് ഗ്രന്ഥം എന്ന് വിളിച്ചെന്നായിരിക്കും നല്ലത്. Thank you so much, Father. Appreciate that. Thank you. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തെ, കാരുണ്യത്തെ, അനുഗ്രഹത്തെ, വലിയ കൃപകളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവിക രഹസ്യങ്ങളെ ആദരവോടെ സൂക്ഷിച്ച് വീക്ഷിക്കാൻ കഴിയുന്ന ആന്തരിക നേത്രങ്ങളുടെ കാഴ്ച ഞങ്ങൾക്ക് ആരാധനാക്രമത്തിന്റെ ജീവിതത്തിൽ സമൃദ്ധമായി നൽകണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.